അതുകൊണ്ടാണ്. അപ്പോൾ കാരണം പശുവിനെ മേയ്ക്കാനുള്ള വനം വേണം, അവർക്ക് ആവശ്യമുള്ള പുല്ല് വേണം, വെള്ളം വേണം. അപ്പോൾ എപ്പോഴും ഒരു ഗ്രാമീണതയിൽ നിന്ന് കുറച്ചുകൂടി ഒരു ഉള്ളിലേക്ക് പോകുന്നൊരു കാലാവസ്ഥയിലാണ് വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരർത്ഥത്തിൽ കാട്ടുസ്ത്രീകളെന്ന് വേണമെങ്കിലും പറയാം. മനസ്സിലായില്ലേ? തനി ഗ്രാമീണ ഭാവത്തിലുള്ള സ്ത്രീകളാണ് ഗോപികമാർ. പക്ഷേ ഈ ഗോപികമാരെല്ലാവരും ഏറ്റവും പരമമായ ജ്ഞാനം നേടുന്ന ആൾക്കാർ ഏതവസ്ഥയിലാണോ ഭഗവാനെ ആഗ്രഹിക്കുന്നത് അതേ അവസ്ഥയിൽ ഭഗവാനെ ആഗ്രഹിക്കുന്നവരാണ്. വ്യത്യാസം മനസ്സിലായോ? ബാഹ്യ വിദ്യാഭ്യാസം വെച്ച് നോക്കുമ്പോൾ ഗോപികമാർക്ക് വിദ്യാഭ്യാസം വളരെ കുറവാണ്. പക്ഷെ ആന്തരിക വിദ്യാഭ്യാസം വെച്ച് നോക്കിയാൽ ഗോപികമാർ PhDക്ക് മുകളിലാണ്. മഹാഋഷീശ്വരന്മാര് സപ്തർഷിമാര് എങ്ങനെയാണോ ബ്രഹ്മനിഷ്ഠന്മാര് ഭഗവാനെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നത് അവരെക്കാൾ ഒരുപടി മുന്നിലാണ് ഗോപികമാർ. രണ്ട് തരം ഭാവം മനസ്സിലായില്ലേ? ഇവിടെ ആ ഗോപികമാരെ ഭഗവാനെ അത്ര കണ്ട് ആശ്രയിക്കുന്നുണ്ടെങ്കിലും ഇവര് ആന്തരികമായ ആത്മബോധത്തിന്റെ തലത്തിലേക്ക് അവരെ പരിവർത്തനം ചെയ്തില്ല എങ്കിൽ ആ സ്നേഹം കേവലം ശാരീരിക തലത്തിൽ മാത്രമായി നിൽക്കും എന്ന് ഭഗവാന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഗോപികമാരെ ഏതു നിലയിലേക്ക് ഉയർത്തണം? ആത്മജ്ഞാനത്തോടു കൂടിയവരായി ഉയർത്തണം. കാരണം ഭഗവാനെ ആഗ്രഹിക്കേണ്ടത് പരമമായി രൂപഭാവങ്ങളിലോ അല്ലെങ്കിൽ ശാരീരികമായ ഭാവതലങ്ങളിലോ അല്ല. അപ്പൊ ആത്മജ്ഞാനത്തിന്റെ തലത്തിലേക്ക് ഗോപികമാരെ ഉദ്ധരിക്കാൻ ആര് തീരുമാനിച്ചു? ഭഗവാൻ. കാരണം എന്താ? ഈ ഗോപികമാര് ഭഗവാനെ പ്രണയിക്കുന്ന കാലഘട്ടം എന്ന് പറയുന്നത് വളരെ കുഞ്ഞു കാലമാണ് അല്ലേ? വളർന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഭഗവാൻ ഗോപികമാരെ അടുത്തുനിന്ന് പൊയ്ക്കഴിഞ്ഞു. പിന്നെ മധുരയിലേക്ക് കംസവധം കഴിഞ്ഞാൽ പിന്നെ ഗോപികമാരുടെ ഇടയിലേക്ക് വരുന്നില്ല ഭഗവാൻ. അപ്പൊ ആ കുഞ്ഞു പ്രായത്തിലുള്ള ഭഗവാനെ മോഹിക്കുന്ന ഗോപികമാര് ഭഗവാന്റെ അമ്മയുടെ പ്രായത്തിലുള്ളവരുണ്ട്. ഭഗവാനെ കുട്ടിക്കാലത്ത് പാലൂട്ടി വളർത്തിയ ഗോപികമാർ അതിനകത്തുണ്ട്. അപ്പൊ അപ്രകാരമുള്ള ഗോപികമാര് ഭഗവാനെ ശാരീരിക തലത്തിലേക്കാണ് അവരുടെ ആ ഭഗവാനുള്ള ഇഷ്ടം പോകുന്നതെങ്കിൽ അത് ശരിയാണോ? മനസ്സിലായില്ലേ? അവരെ അമ്മയുടെയും അമ്മൂമ്മയുടെയും പ്രായത്തിലുള്ളവരുണ്ട്. അപ്പോൾ അവരെ മാനസികമായ തലത്തിൽ നിന്ന് അവരെ എന്ത് ചെയ്യണം? ബോധത്തിന്റെ തലത്തിലേക്ക് ഉയർത്തണം. അതിനു വേണ്ടിയിട്ടുള്ള ഭഗവാന്റെ ലീലയിൽ ആദ്യത്തെ പ്രധാന ലീലയാണ് വെണ്ണാവഹരണം, നവനീത കൃഷ്ണന്റെ ഭാവതത്വം എന്ന് പറയാൻ നമുക്ക് സാധിക്കുന്നത്. അപ്പൊ ഇവിടെ ഗോപികമാര് ഭഗവാന്റെ വീട്ടിൽ പരാതിയായിട്ട് വരും യശോദയെടുത്ത്. എന്താ പരാതി? യശോദേ, നിന്റെ മകനെ മര്യാദയ്ക്ക് വളർത്തണം. ഏതെങ്കിലും ഒരു അമ്മയുടെ അടുത്ത് വന്നിട്ട് അതിലത്തുള്ളവർ പറയാ നിങ്ങളുടെ മകനെ മര്യാദയ്ക്ക് വളർത്തണം എന്ന് പറഞ്ഞാൽ ആ അമ്മയ്ക്ക് ദേഷ്യം വരില്ലേ? നിന്റെ മകനെ മര്യാദയ്ക്ക് വളർത്തണം, അവന് മര്യാദയില്ലെങ്കിൽ അവനെ പെരക്കാത്ത പിടിച്ച് അടച്ചിടണം, അല്ലാതെ തുറന്നിങ്ങനെ വിട്ടേക്കരുത്. ഇത് കേൾക്കുന്നു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും എന്തോ വലിയ ബോംബ് സ്ഫോടനമൊക്കെ നടത്തിയിട്ടുണ്ടെന്ന്. എന്താ പ്രശ്നം ചോദിക്കുമ്പോൾ യശോദ ചോദിക്കും കാര്യം യശോദയ്ക്ക് അറിയാം ഏകദേശം. എങ്കിലും യശോദ ചോദിക്കുന്ന ഇന്ന് പുതിയ എന്തെങ്കിലും പരിപാടി ഒപ്പിച്ചോന്നാണ് യശോദയുടെ സംശയം. കാരണം അത്ര കുസൃതിയാണ്. അപ്പൊ ആ സമയത്ത് ഈ ഗോപികമാർ പറയും, ആ നിന്റെ മകനെ കാരണം എൻ്റെ വീട്ടില് ഞങ്ങളുടെ ജീവിതമാർഗം തന്നെ വഴിമുട്ടിയിരിക്കുകയെന്നേ. ഞങ്ങളെ കഞ്ഞുകുടി മുട്ടിക്കുന്ന പണിയാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താ ഈ കഞ്ഞുകുടി മുട്ടിക്കുന്ന പണി? ഒരു കർഷകനെ സംബന്ധിച്ചോളം അവൻ കഞ്ഞി കുടിക്കുന്നത് എങ്ങനെയാന്ന് ചോദിച്ചാൽ എങ്ങനെയാ? അവൻ കഞ്ഞി മാത്രം കുടിച്ചാൽ പോരാ, ബാക്കി ആഹാരം കൂടെ വേണമല്ലോ. അവൻ കൊയ്തെടുക്കുന്ന നെല്ല് കൊണ്ടുവന്ന് മാർക്കറ്റിൽ കൊടുത്ത് അതിൽ നിന്ന് കിട്ടുന്ന ധനം കൂടി ഉപയോഗിച്ചിട്ടാണല്ലോ അവൻ ബാക്കിയെല്ലാം വാങ്ങുന്നത്. അതല്ലേ അവൻ്റെ ജീവിതമാർഗം അല്ലേ? ഒരു കൃഷിക്കാരൻ എങ്ങനെയാണ് ചെയ്യുന്നത്? ഏതൊരു തൊഴിൽ ചെയ്യുന്നത്? ഈ ഗോപികമാരുടെ ഉപജീവന മാർഗം എന്താ? ഈ പാലും വെണ്ണയും തൈരും ഒക്കെ വിൽക്കലാണ്. അതിൽ ഏറ്റവും കൂടുതൽ മൂല്യമുള്ളത് വെണ്ണയാണ്, നെയ്യെടുക്കുന്ന വെണ്ണയാണ്. ആ വെണ്ണ ഉണ്ടാക്കി കൊടുത്താൽ പാലിനേക്കാളും വില കൂടുതൽ കിട്ടും. അപ്പൊ ജീവിതത്തിന്റെ ഉപജീവനത്തിന്റെ മാർഗമാകുന്ന ഈ വെണ്ണയാണ് ആരെടുത്തോണ്ട് പോകുന്നത്? ഇങ്ങനെയാണെങ്കിൽ ഞങ്ങൾ പട്ടിണി കിടന്ന് മരിക്കേണ്ടി വരുമെന്നേ. ഇവിടെ ഈ നാട്ടിലൊരു ചെറുക്കനുണ്ട് എന്ന് വെച്ചിട്ട് അവനെ പേടിച്ചിട്ട് ഞങ്ങളെല്ലാം പട്ടിണി കിടക്കേണ്ട ആവശ്യമുണ്ടോ? ഇതിന്റെ മുഴുവൻ കാരണക്കാരൻ നിന്റെ മോനാണ്. നിന്റെ മോനെ മര്യാദയ്ക്ക് കെട്ടിയിട്ട് വളർത്തിക്കണം. ഇതൊക്കെ പറഞ്ഞിട്ടാണ് യശോദയോട് ദേഷ്യപ്പെടുന്നത്. ഇതെല്ലാം കേൾക്കുമ്പോൾ യശോദയ്ക്ക് വിഷമവും. രണ്ടു തരത്തിലാണ്. സ്വന്തം മകനെ കുറിച്ച് മറ്റുള്ളവർ വന്ന് തെറ്റായിട്ട് കുറ്റം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ആ അമ്മയ്ക്ക് ആ മകനോട് എത്ര സ്നേഹം ഉണ്ടെങ്കിലും ദേഷ്യം വരുത്തില്ലേ? വരുമോ? വരുത്തില്ലയോ? വരും. ഇനി മകനെ തെറ്റിലേക്ക് വീണ്ടും പോകാതിരിക്കാൻ അവനെ ശിക്ഷിക്കാനും അമ്മ തയ്യാറാവും അല്ലേ? സ്നേഹമുള്ള അമ്മ ശിക്ഷിക്കുന്നത് അതുകൊണ്ടാണ്. വീണ്ടും അവനാ തെറ്റ്
ചെയ്യാൻ പാടില്ല. അതിനെ ശിക്ഷിക്കാൻ വേണ്ടി ആ അമ്മ തയ്യാറാവും. ഇനി ഇവിടെ യശോദയുടെ ദേഷ്യത്തിന് മറ്റൊരു കാരണമുണ്ട്. ഏറ്റവും കൂടുതൽ പശുക്കളുള്ള വീട് യശോദയുടെ വീടാണ്. അവിടെ കൂലിക്ക് ആളിനെ ഇരുത്തിയിട്ടും കൂടാണ് യശോദ വെണ്ണ കടയിക്കുന്നത്. കാരണം യശോദയ്ക്ക് മാത്രം പറ്റത്തില്ല. മനസ്സിലല്ലേ? നല്ല കുടുംബ വ്യവസായിയാണ് യശോദ എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ പശുക്കളുള്ള വീടാണ്. കാരണം രാജാവിൻ്റെ വീടാണ്. നന്ദഗോപുരം മുമ്പേ പറഞ്ഞല്ലോ, ഒരു നാട്ടുരാജ്യത്തെ രാജാവാണ്. ഏറ്റവും കൂടുതൽ ഗോക്കളുണ്ട്. അപ്പൊ ഏറ്റവും കൂടുതൽ ആവശ്യത്തിലധികം വെണ്ണ ശേഖരിച്ച് വെച്ചിരിക്കുന്ന വീടാണ് യശോദയുടെ വീട്. ആ വീട്ടിൽ യശോദ സ്നേഹം വരുമ്പോ മോനെ കണ്ണ ഒന്ന് വാ ഇച്ചിരി വെണ്ണ കഴിക്ക് എന്ന് പറഞ്ഞു കൊണ്ടുവരും. പറയും എനിക്ക് അമ്മയുടെ എണ്ണയൊന്നും വേണ്ട എന്ന് പറഞ്ഞ് തട്ടിക്കളഞ്ഞുകൊണ്ട് പോകുന്ന ആ ആളാണ് മറ്റുള്ളവരെ വീട്ടിൽ പോയിട്ട് വെണ്ണ എടുത്തിരിക്കുന്നത്. ഇപ്പൊ സ്വന്തം വീട്ടിൽ കിട്ടാത്ത ഒരാഹാരം വേറൊരിടത്ത് പോയി ചിലപ്പോൾ എടുത്തു എന്ന് പറഞ്ഞാൽ നമുക്കും ചിലപ്പോൾ തോന്നും അതാ വീട്ടിലില്ലാത്തത് കൊണ്ടല്ലേ, ആ വീട്ടിൽ കിട്ടാത്തത് കൊണ്ടല്ലേ ആ കുട്ടി ഭക്ഷണം വേറൊരു വീട്ടിൽ പോയി എടുത്ത് നമ്മൾ പറയില്ലേ. ചിലപ്പോൾ ഒരു ന്യായം അങ്ങനെങ്കിലും പറയാം. ഒരു തരത്തിൽ ഇവിടെ കൃഷ്ണന്റെ പ്രവൃത്തിയെ ന്യായീകരിക്കാൻ പറ്റത്തില്ല. മനസ്സിലായില്ലേ? ഇപ്പൊ യശോദ എടുത്തൊന്ന് പരാതി പറയുമ്പോൾ യശോദ പറയാ അയ്യോ ചേച്ചി ക്ഷമിക്കണം, എൻ്റെ വീട്ടിലില്ലാത്തതുകൊണ്ട് അവന് വിശപ്പ് കൊണ്ട് എടുത്താ എന്ന് പറഞ്ഞാൽ പരാതിയായിട്ട് വരുന്നവർ അന്നേരം പറയും ആ കുഴപ്പമില്ലെന്ന് പറഞ്ഞ് ചിലപ്പോൾ തിരിച്ചു പോകും. കുറച്ച് പേരെങ്കിലും പോവില്ലേ? അങ്ങനെയും പറയാൻ പറ്റില്ല. കാരണം യശോദയുടെ വീട്ടിൽ ആവശ്യം പോലെ ഉണ്ട്. അത് വാരി സ്നേഹത്തോടുകൂടി അമ്മയാകുന്ന യശോദ കൊടുക്കാൻ ചെല്ലുമ്പോൾ പോലും എനിക്ക് വേണ്ട 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 എന്ന് പറഞ്ഞ് ഓടിപ്പോകുന്ന കൃഷ്ണൻ മറ്റുള്ളവരെ വീട്ടിൽ പോയി അവരെ വീട്ടിലുള്ള വെണ്ണ ഇച്ചിരിയും മിണിയൊന്നുമല്ല മുഴുവനും എടുക്കൽ മാത്രമല്ല, അതിനേക്കാളും വലിയ പരാതി വരുന്നതിൻ്റെ രണ്ടാമത്തെ കാരണം വേറെ. വെണ്ണ എടുക്കുന്നത് മാത്രമല്ല, എടുത്തു കഴിഞ്ഞാൽ അത് ഇരിക്കുന്ന കലം അപ്പോഴേ അടിച്ച് പൊട്ടിച്ച് ഉപ്പ് ചിരട്ടിയാക്കി കളയും. ആ കലം പൊട്ടിയിട്ടുണ്ടെങ്കിൽ അറിയാം അവിടെ വന്നിട്ടുള്ളത് കൃഷ്ണനാണ്. അതുകൊണ്ട് ഡ്യൂപ്ലിക്കേറ്റ് കള്ളന്മാർക്ക് കയറാനുള്ള സമയവുമില്ല. കാര്യം എന്താ? ഈ ചില കള്ളന്മാരെ പോലീസുകാർ പിടിക്കുന്നത് അങ്ങനെയാണ്. ചില കള്ളന്മാർ ചിലയിടത്ത് കക്കാൻ കയറി കഴിഞ്ഞാൽ അവർക്ക് പൊതുവിലൊരു ശീലമുണ്ട്. വീടിൻ്റെ ഫ്രണ്ട് ഡോർ തുറന്നു കിടന്നാൽ ഇവർ പുറമേത്തെ ജനലിൽ ഇളക്കിയേ കയറത്തോളൂ. അപ്പോൾ അന്വേഷിക്കാൻ വരുന്ന പോലീസുകാർ അപ്പോൾ ഈ ജനലിൽ ഇളക്കി കയറുന്നവന്മാരാരൊക്കെയാണ് അവരെ ലിസ്റ്റ് തയ്യാറാക്കുക. എന്നിട്ട് അവരെ ഓരോരുത്തരും നിരീക്ഷിക്കും. എന്നിട്ടാണ് കള്ളനെ സെലക്ട് ചെയ്ത് പിടിക്കുന്നത്. വളരെ എളുപ്പമാണ്. ഇത് അവരറിയാതെ ചെയ്യുന്നത്. ചിലരുണ്ട് മോഷണം കഴിഞ്ഞാൽ ആ വീട്ടിൽ നിന്ന് കുളിച്ചിട്ടേ പോകത്തുള്ളൂ. മനസ്സിലായില്ലേ? ചില വീട്ടിൽ അർദ്ധരാത്രി മോട്ടിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ അവിടെ വേണമെങ്കിൽ ഒരു മുട്ട ആപ്ലേറ്റ് ഉണ്ടാക്കി കഴിച്ചിട്ടേ തിരിച്ചു പോകത്തുള്ളൂ. അങ്ങനെയുള്ള കള്ളന്മാരുണ്ട്. ചിലർ കുപ്പിയൊക്കെ ഇട്ടിട്ട് അവിടെ നിന്ന് മോഷണം കഴിഞ്ഞാൽ വെള്ളം ഒഴിച്ചിട്ടേ പോകത്തുള്ളൂ. കുപ്പിയിൽ അവിടെ വെച്ചിട്ട് അപ്പോൾ പോലീസുകാർ തിരിച്ചറിയും ഇന്ന സ്ഥലങ്ങളിൽ മോഷണം നടത്തിയിട്ടുള്ള ലക്ഷണം ഇങ്ങനെയാണ്. അവരുടെ ഈ പണ്ട് കുറുക്കം പറയത്തില്ലേ, വയറ് നിറഞ്ഞാൽ എനിക്കൊന്ന് പോവണം. മനസ്സിലായില്ലേ? എന്ന് പണ്ട് കുറുക്കൻ്റെ ഒരു കഥ കേട്ടില്ലേ, വയറ് നിറഞ്ഞാൽ അതെൻ്റെ സ്വഭാവമോ. അതുപോലെ ചിലർ അറിയാതെ അവരുടെ ഒരു സ്വഭാവ രീതിയുണ്ട്, അവരത് ചെയ്യും. അത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് ഇന്ന ആളാണ് നമുക്കറിയാൻ പറ്റും. ഇതുപോലെയാണ് കൃഷ്ണന്റെ പ്രവൃത്തി. വെണ്ണ എടുത്തിട്ടുണ്ടോ കലം പൊട്ടിയിരിക്കും. അപ്പൊ ഗോപികമാരുടെ പ്രശ്നം വെണ്ണയും പോട്ടെ, നാളെ വെണ്ണ എടുക്കണം, ഞങ്ങൾ പുതിയ കലം വാങ്ങണം. വെണ്ണ വിറ്റ് കാശും കിട്ടിയില്ല, പുതിയ കലം ഇട്ട് വാങ്ങാനും കയ്യിലില്ല, ഉള്ള കലമാണെങ്കിൽ പൊട്ടിയും പോയി. ഈ പരാതികളെല്ലാം കൂടിയിട്ടാണ് ഇവിടെ വരുന്നത്, യശോദ എടുത്ത് വരുന്നത്. ഇവിടെ യശോദ എടുത്ത് പരാതി പറഞ്ഞു കഴിഞ്ഞാൽ ഗോപികമാർക്കൊരു സന്തോഷം. ഒന്ന് ചെയ്ത കുറ്റം പറഞ്ഞു എന്നുള്ളത് മാത്രമല്ല, ഞങ്ങളൊക്കെ ഒന്ന് അടുത്തോട്ട് വിളിച്ചാൽ പോടി എന്ന് പറഞ്ഞിട്ട് ഓടി നടക്കുന്നവൻ ഇവിടെ സർവ്വ മര്യാദയും പാലിച്ച് അച്ചടക്കത്തോടുകൂടി എവിടെങ്കിലും ഒതുങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ അത് യശോദയുടെ ചെവിക്ക് പിടിക്കുമ്പോൾ മാത്രമാണ്. മനസ്സിലാവുന്നുണ്ടോ? ബാക്കി ഏത് സമയത്തും ഗോപികമാർ എന്തു പറഞ്ഞാലും കൃഷ്ണൻ അംഗീകരിക്കത്തില്ല, കൃഷ്ണൻ എന്തു പറഞ്ഞാലും ഗോപികമാരും അംഗീകരിക്കത്തില്ല. അങ്ങനെയാണ് ഇവർ തമ്മിലുള്ള ഒരു കണക്ഷൻ. മനസ്സിലായില്ലേ? കൃഷ്ണൻ അങ്ങോട്ട് എന്ത് പറഞ്ഞാലും ഇവരും അംഗീകരിക്കില്ല. അവർ പറയും നീ പോടെ ഇറക്കാന്ന് പറഞ്ഞിട്ട് അവർ ചെവിക്ക് പിടിച്ച് നുള്ളിയിട്ട് അവർ നടന്നു പോകും. അതേ കണക്ക് തന്നെ തിരിച്ച് ഗോപികമാർ ഇങ്ങോട്ട് വിളിച്ചാലും അങ്ങോട്ട് പോയില്ല, അത് നേരെ വിപരീതം കാണിക്കും. ഇത് രണ്ടുപേരും വിപരീത സ്വഭാവമാണ്. ഇതാണ് അവരുടെ രണ്ടുപേരുടെ ഒരു ക്യാരക്ടർ. പക്ഷേ യശോദയുടെ മുമ്പിൽ വരുമ്പോൾ പിന്നെ കൃഷ്ണൻക്ക് ഒരു കുസൃതിയില്ല. യശോദ ചെവിക്ക് ഇങ്ങനെ പിടിച്ച് കയ്യിലൊരു ചുരുലും പിടിച്ചിങ്ങനെ നിൽക്കും. ആ സമയത്ത് കൃഷ്ണൻ ഗോപികമാരുടെ പരാതിയുമായി വരുന്ന സമയത്ത് അമ്മയോട് പറയും, അമ്മേ കൃഷ്ണൻ കട്ടിട്ടില്ലമ്മേ, കൃഷ്ണൻ കക്കത്തില്ലമ്മേ, അമ്മയുടെ മകൻ കക്കുവോ? അമ്മയും കൂടെ ഒന്ന് പൊക്കി. മനസ്സിലായില്ലേ? കൃഷ്ണൻ കട്ടിട്ടില്ല, സ്വയം ഒന്ന് പൊങ്ങി. അത് കഴിഞ്ഞിട്ട് പറയുന്നു അമ്മയുടെ മകൻ കക്കുവോ? അമ്മ ഇത്ര ശുദ്ധയുള്ള ആളാ, അമ്മയുടെ മകൻ കക്കുവോ? അങ്ങനെ അപ്പൊ അമ്മയ്ക്ക് ഒരു അതെന്താ അടി ഉറപ്പാ, പക്ഷെ അടിക്കുമ്പോൾ ഒരു മയത്തി കിട്ടണം. മനസ്സിലായില്ലേ? ആ മയത്തി കിട്ടണമെങ്കിൽ എന്ത് ചെയ്യും? അല്ലെ ചില കൊച്ചുകുട്ടികളെ അടിക്കാൻ പിടിക്കും കണ്ടിട്ടില്ലേ? അടിക്കാൻ കൈ ഊങ്ങുന്നതിന് മുമ്പ് തന്നെ ഓടി അമ്മയെന്ന് പറഞ്ഞ് കെട്ടിയ ഒരു പിടുത്തം പിടിക്കുക, ഒരു ചിണുങ്ങനെയല്ലേ? എന്താ കാര്യം? പിന്നെ അമ്മയുടെ അടി എങ്ങനെ ആയിരിക്കും? അമ്മയുടെ അടി എങ്ങനെ ആയിരിക്കും? പിന്നെ പതുക്കെ രണ്ട് തട്ടായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ?
അകന്ന് ഓടാൻ ശ്രമിച്ചാൽ ഊങ്ങിയടിക്കും. അടുത്തോട്ട് കയറി ചുറ്റിപ്പിടിച്ചിട്ട് ആ അമ്മയെ തന്നെ ചുറ്റിപ്പിടിച്ചെന്ന് പറയും. ഇത് കൊച്ചുകുട്ടികൾ എപ്പോഴും അറിയാതെ തന്നെ ചെയ്യുന്നൊരു ഭാവമാണ്, ശരിയല്ലേ? അവരമ്മയോടൊക്കെ ചുറ്റിപ്പിടിക്കും, പിന്നെ അടിയുടെ ഊക്ക് കുറയും. ആ അമ്മയ്ക്ക് തന്നെ അടിക്കാനുള്ള ആ ഒരു മനസ്സങ്ങ് പോകും. അതുപോലെയാണ് പറയുന്നത്, അമ്മയുടെ മകൻ ഒരിക്കലും കക്കില്ലമ്മ എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഇത്രയും പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ സ്വഭാവം അങ്ങ് മാറും. പിന്നെന്താ പറയുന്നത്? ഈ പറയുന്ന ഇവളാണ് കള്ളി, പാതിയെ പ്രതിയാക്കി പരാതിയായിട്ട് ഇങ്ങോട്ട് വരണ്ടെന്ന് അവർക്ക് തോന്നും. ഇവളാണ് കള്ളി. പിന്നെയോ ഇവള് മാത്രമല്ല, ഇവളെ മോനാണ് കള്ളൻ. അമ്മയും മോനെയും കള്ളനാക്കും. എന്നിട്ട് വന്നിരിക്കുക അമ്മയും അമ്മയുടെ മോനെയും കള്ളനാക്കാൻ. മനസ്സിലായില്ലേ? യശോദാമ്മയും യശോദാമ്മയുടെ മോനായ എന്നെയും കള്ളനാക്കാൻ വേണ്ടി സ്വന്തം കള്ളന്റെ അമ്മ വന്നിരിക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പറയും, വാദിയെ പ്രതിയാക്കി കൊടുക്കും. ഇവരെ മോൻ കള്ളനാണെന്ന് ഇവർക്കറിയാം. അമ്മയ്ക്കറിയാലോ അമ്മയുടെ മോൻ കക്കത്തില്ലെന്ന്. മനസ്സിലായില്ലേ? ഇവരെ മോൻ കള്ളനാണെന്ന് ഇവർക്കറിയാം. അത് മറച്ചു വെച്ചിട്ട് ഇവരെന്നെ കള്ളനാക്കാൻ വന്നതാ. ഇത്രയും വാദമൊക്കെ പറയും. അപ്പൊ യശോദയ്ക്ക് എന്തു പറയണമെന്നറിയില്ല. പിടിച്ച സ്ഥിതിക്ക് മറ്റവരെ ബോധിപ്പിക്കാൻ വേണ്ടി എന്ത് ചെയ്യും? രണ്ടടി കൊടുക്കും. ഇതാണ് അവിടുത്തെ ആ പരാതി ഭാഗത്തിൽ നടക്കുന്നത്. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മളത് ചിന്തിക്കുമ്പോൾ ഗോപികമാർ വന്ന് പറയുന്നു ഭഗവാൻ വെണ്ണ കട്ടു, അല്ലേ? ഇതാണല്ലോ അവരെ പരാതി. യശോദ ഇതിൻ്റെ ജഡ്ജിമെൻ്റാണ്, മധ്യസ്ഥത നിൽക്കുന്ന ആളാണ്. അതവിടെ നിർത്തിയേക്കാം. ഭഗവാൻ ഇവിടെ പറയുന്നു, ആരോപിതനായ ഭഗവാൻ പറയുന്നു, ഞാൻ വെണ്ണ കട്ടിട്ടില്ലമ്മേ, ഇവരുടെ മകനാണ് കള്ളൻ, അമ്മയുടെ മോൻ കക്കില്ല, കൃഷ്ണൻ കക്കില്ല എന്ന് പറയുന്നു. ഇതില് ഭക്തരായ നമ്മൾ ഗോപികമാര് പറഞ്ഞ വാക്കിനെ എടുക്കണോ, ഭഗവാൻ പറഞ്ഞ വാക്കിനെ സ്വീകരിക്കണോ? അപ്പൊ വെണ്ണ എടുത്തിട്ടില്ലേ? എടുത്തിട്ടുണ്ട്. അപ്പൊ പിന്നെ അത് കളവല്ലേ? ഇവിടെ എന്താ ഭഗവാൻ പറഞ്ഞ വാക്കിന്റെ തത്വം നമുക്ക് ഒന്ന് ചിന്തിച്ചു നോക്കാം. ഇവിടെ ഈ ഗോപികമാർക്കൊക്കെ ഭഗവാനോട് ഭയങ്കര സ്നേഹമാണ്. അതിനൊരു കുറവുമില്ല. ഈ പരാതിയായിട്ട് വരുമ്പോൾ ഈ സ്നേഹത്തിന് കുറവൊന്നുമില്ല. കുറുമ്പാണ് പരാതിക്ക് കാരണം, അസൂയയുമാണ്. അപ്പൊ ഭഗവാനോട് പരമസ്നേഹമാണ് ഗോപികമാർക്ക്. ഈ ഗോപികമാർക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട്, കൃഷ്ണൻ ഞങ്ങളെ വീട്ടിലോട്ടൊന്ന് വരണം, പറ്റുമെങ്കിൽ എല്ലാ ദിവസവും വന്നാൽ കൊള്ളാം. മനസ്സിലായില്ലേ? നമ്മളെ നാട്ടിലെ ഏറ്റവും നല്ലൊരു വ്യക്തി ഉണ്ടെങ്കിൽ നമ്മൾ ആഗ്രഹിക്കില്ലേ, നമ്മുടെ വീട്ടിലേക്ക് അവരൊക്കെ ഒന്ന് വന്നാൽ കൊള്ളാം, അല്ലേ? അവരാഗ്രഹം വരും. കൃഷ്ണൻ ഏതൊരു വീട്ടിലേക്ക് വന്നാലും സർവ്വവിധമായ ഐശ്വര്യങ്ങളും വരും എന്നാണ് അവരുടെ വിശ്വാസം. അത്ര സ്നേഹമാണ് അവള്. അതുകൊണ്ട് ആ കൃഷ്ണന്റെ ആ പാദങ്ങൾ തൻ്റെ വീട്ടിലൊന്ന് പതിയണമെന്ന് ഗോപികമാർക്കൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ മോനെ ഒന്ന് വാടാ, ഈ വീട്ടിലോട്ടൊന്ന് കയറിയിട്ട് പോകാന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങളെ വീട്ടിൽ വരാനൊക്കെ ഞാനിരിക്കുന്നേ എന്ന് പറഞ്ഞിട്ട് നേരെ തിരിച്ചു പോകും. ഒരു കാരണവശാലും വിളിച്ചാൽ തരില്ല. അനുസരണ എന്ന് പറയുന്ന ലവലേശം ഇല്ല. അതങ്ങനെയാണ്. രാമാവതാരവും കൃഷ്ണാവതാരവും തമ്മിൽ നമ്മൾ വെച്ച് നോക്കുമ്പോൾ രാമാവതാരത്തിൽ ഒരിക്കൽ പോലും തൻ്റെ അമ്മയിൽ നിന്ന് ഒരു നുള്ളി നോവിക്കൽ പോലും രാമന് കിട്ടിയിട്ടില്ല. ഒരടി കൊണ്ട് പോലും രാമനെ അമ്മയ്ക്ക് ശകാരിക്കേണ്ടി വന്നിട്ടില്ല. അത്ര മര്യാദയ്ക്ക് അച്ചടക്കമുള്ള കുഞ്ഞായിരുന്നു രാമൻ. അന്നേ ഭഗവാൻ വിചാരിച്ചു, ഇത്ര അച്ചടക്കമൊക്കെ നടത്തിയാൽ വാത്സല്യത്തിൻ്റെ ഒരു സുഖം കിട്ടത്തില്ല. വാത്സല്യത്തിൻ്റെ ഒരു സുഖം കിട്ടണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അമ്മയുമായിട്ടൊരു വഴക്കൊക്കെ നടക്കണം. ഇടയ്ക്കിടയ്ക്ക് അമ്മയുടെ നിന്ന് രണ്ടടി കിട്ടണം. രണ്ടടി അടിച്ചിട്ട് അമ്മ ഇച്ചിരി കഴിഞ്ഞ് ഓടി ഒന്ന് അയ്യോ പോട്ട് മോനെ എന്ന് പറഞ്ഞ് അടിച്ചെടുത്ത് അമ്മ തന്നെ ഇരുന്ന് തടവണം. അന്നേരം അമ്മയുടെ ആ മുഖം കാണണം. അതല്ലേ യഥാർത്ഥത്തിലൊരു മാതൃപുത്ര ബന്ധത്തിൻ്റെ അടിസ്ഥാനം, അല്ലേ? അപ്പൊ കൃഷ്ണൻ അതുകൊണ്ട് തീരുമാനിച്ചു, അടുത്ത ജന്മത്തിൽ കിട്ടാവുന്ന അടി മുഴുവൻ ഞാൻ ഇരന്ന് വാങ്ങും. മനസ്സിലായില്ലേ? ഒരടി പോലും ഞാൻ പാഴാക്കത്തില്ല, എല്ലാം വാങ്ങും. ആ അടിയെല്ലാം. കാരണം എന്താ, അങ്ങനെ ഒരു കുഞ്ഞായി വരുമ്പോൾ ഇത് രണ്ടും കിട്ടിയെങ്കിലേ ആ കുഞ്ഞ് രൂപപ്പെടത്തുള്ളൂ, അല്ലേ? ശരിയല്ലേ? നമുക്ക് സ്നേഹം നമ്മുടെ മക്കളോടാണ് ഏറ്റവും വലിയ സ്നേഹം. പക്ഷെ എൻ്റെ മകനെ ഞാൻ ഇന്ന് വരെ ഒരു അടി പോലും അടിച്ചിട്ടില്ല എന്ന് പറയാവുന്ന ഏതെങ്കിലും അമ്മ ഉണ്ടാവോ? കാണില്ല. മറ്റുള്ളവരടിക്കാൻ ചിലപ്പോൾ സമ്മതിക്കത്തില്ല. അച്ഛൻ തന്നെ തൊടാൻ വന്നാൽ ചിലപ്പോൾ പറയും എൻ്റെ കുഞ്ഞിനെ തൊട്ടുപോരുതെന്നൊക്കെ പറയും. ഇത് കേൾക്കുമ്പോൾ അച്ഛൻ ചോദിക്കാൻ നിന്റെ മാത്രം അതോടെ എന്ന് പറഞ്ഞിട്ട് പിന്നെ പാവപ്പെട്ട വഴക്കുണ്ടാക്കാനോട് മിണ്ടാതെ പോകും. അവിടെ നമ്മൾ സംഭവിക്കും. പക്ഷെ നമ്മളെടുത്തിട്ട് അടിക്കുന്ന കാര്യത്തിലാണെങ്കിലോ ഒരു ദയയില്ലാതെ അടിക്കും. അപ്പോഴാണ് അച്ഛൻ അകത്ത് നോക്കുന്നത്. ഞാനൊരു നുള്ളാൻ ചെന്നപ്പോൾ എന്നെ ഓട്ടി ചെന്നിട്ടാണ് ചിരട്ടയുടെ തവി വെച്ചിട്ട് എടുത്തിട്ട് അടിക്കുന്നത്. അത് ചോദിക്കാൻ ചെന്നാൽ പറയും എൻ്റെ കുഞ്ഞിനെ ഞാൻ എൻ്റെ ഇഷ്ടം പോലെ ചെയ്യും. മനസ്സിലായില്ലേ? ഈ എൻ്റേതെന്ന ഭാവം ഏറ്റവും കൂടുതൽ കുട്ടികളോടുള്ളത് ആർക്കാ? അമ്മയ്ക്ക്. അപ്പൊ ഈ ഭാവത്തില് ആ ശഹാരവും കിട്ടണം. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് കൃഷ്ണാവതാരത്തിൽ ഈ വികൃതികളെല്ലാം കാട്ടുന്നുണ്ട്. ആ വികൃതികൾ പുറമേ ഉള്ളവരോടും കാട്ടുന്നുണ്ട്. രാമൻ അങ്ങനെയല്ല. രാമനെ കണ്ടാലേ എല്ലാവരും പറയും, ഓ മര്യാദയുള്ള പയ്യൻ, എന്ത് അച്ചടക്കമുള്ള പയ്യൻ,
വളരെ ആർക്കും ശരിയല്ല, എല്ലാവരോടും സ്നേഹമുള്ളവ. ഇങ്ങനെയായിരുന്നു രാമൻ, എല്ലാവർക്കും പ്രിയങ്കരനായി. കൃഷ്ണനാകട്ടെ അങ്ങനെയല്ല, എല്ലാവർക്കും പ്രിയങ്കരനായി. എന്ന് പറഞ്ഞാലും കേൾക്കത്തില്ല, ഇങ്ങോട്ട് വിളിച്ചാലും വരത്തില്ല, സർവ്വഗുരുത്തം കിട്ടവൻ. മനസ്സിലായില്ലേ? ആ രീതിയിലാണ് കൃഷ്ണൻ. മറ്റൊരു ഭാഗമാണ് കൃഷ്ണന്റെ ലീല എന്ന് പറഞ്ഞത്. അപ്പൊ ഈ ഗോപികമാർക്ക് ഈ ഭഗവാനെ തന്റെ വീട്ടിലെത്തിക്കാൻ വേണ്ടി ഇവരെന്ത് ചെയ്യുമെന്നറിയോ? ഇവര് നേരം വിളക്കുമ്പോൾ ഭഗവാൻ ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് കാത്തു നിൽക്കും. ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന കാത്തു നിന്നിട്ട് ഇവർ പെരക്കാത്തിരുന്നുകൊണ്ട് ഉറക്ക വിളിച്ചു പറയും, പിന്നെ ആ വെണ്ണ ഏറ്റവും മുകളിലുള്ള ഉറിയിൽ കെട്ടി വെക്കണേ, ഇല്ലെങ്കിൽ ഇല്ല കൃഷ്ണനെങ്ങാനും ഇതുവഴി വന്നാൽ അവൻ എടുത്തുകൊണ്ട് പോവും. ഇതാര് കേൾക്കണം? വഴിയിലൂടെ വരുന്ന കൃഷ്ണൻ കേൾക്കണം. മനസ്സിലാവുന്നുണ്ടോ? കൃഷ്ണൻ കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ പറഞ്ഞത്. രഹസ്യമായിട്ട് വെക്കണമെന്നുണ്ടെങ്കിൽ ഇവർ ഉറക്കം പറയേണ്ട ആവശ്യമുണ്ടോ? പറഞ്ഞ ആശയം മനസ്സിലായില്ലേ? ഇത് ഉറക്കെയാ പറയുന്നത്. ഇന്നടത്ത് ഇരിപ്പുണ്ട് അല്ലേ? പണ്ട് തെന്നാലി രാമന്റെ ഒരു കഥയുണ്ടല്ലോ. തെന്നാലി രാമന്റെ വീടിനടുത്ത് കള്ളന്മാര് വന്നിരുന്നു. അപ്പൊ തെന്നാലി രാമന് തോന്നി യുവന്മാരെ ഒന്ന് പറ്റിക്കുകയും ചെയ്യണം, ഒരു പണിയും കൊടുക്കണം, എന്നാൽ യുവന്മാരെ കൊണ്ട് എനിക്കൊരു ഉപകാരവും വേണം. തെന്നാലി രാമൻ എന്ത് ചെയ്തു? അകത്തിരുന്ന ഭാര്യയോട് പറഞ്ഞു, ഈ ഭാര്യ, പിന്നെ നമ്മുടെ സ്വർണവും രാജാവ് തന്ന ഭണ്ഡവും ഒക്കെ ഉണ്ടല്ലോ, അതെല്ലാം കൂടി എടുത്തിട്ട് ഒരു ചാക്കിൽ കെട്ടി പെട്ടിയിലാക്കിയിട്ട് കൊണ്ടുവന്നിട്ട് നീ എന്ത് ചെയ്യണം? ആ കിണറ്റിൽ കൊണ്ടിട്ടേക്കാൻ പറഞ്ഞു. അല്ലെങ്കിൽ കള്ളന്മാരുണ്ട് നാട്ടിൽ ഒരുപാടെന്ന് ഉറക്കെ പറഞ്ഞു. ഭാര്യ ബുദ്ധിമതിയാ, എന്തെങ്കിലും കാര്യമില്ലാതെ തെന്നാലി രാമൻ പറയത്തില്ലെന്നറിയാം. എന്നിട്ട് കണ്ണ് അടച്ച് കാണിച്ചു കൊടുത്തു. ഭാര്യ അകത്തിരുന്ന് അമ്മിക്കല്ലെടുത്ത് ചാക്കിനകത്ത് കയറ്റിയിട്ട് ഒരു പെട്ടിക്കകത്താക്കി ഈ കിണറ്റിനകത്ത് കൊണ്ടുവന്ന് ഇത് അങ്ങിട്ട്. അപ്പൊ കള്ളന്മാർ വാഴത്തോപ്പിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുക. ഭാര്യ ഇതെല്ലാം ചെയ്തു. ഉറക്കെയാണ് പറഞ്ഞത്, കൊണ്ട് ഇട്ടു. കള്ളന്മാരെന്ത് ചെയ്തു? ഈ വെള്ളം ഉണ്ട് ആവശ്യം പോലെ. ഈ വെള്ളത്തിൽ ഈ കിണറ്റിനകത്തോ പൂച്ചയോ പട്ടിയോ വീണ്, അതുകൊണ്ട് വെള്ളം കോരി പറ്റിക്കുകയും വേണമല്ലോ. അതിനു വേണ്ടിയിട്ടാണ് ഈ കിണറങ്ങനെ ഇട്ടേക്കുക, വെള്ളം ഉപയോഗിക്കാതെ. ഈ കള്ളന്മാര് വന്ന് നിന്നിട്ട് എന്ത് ചെയ്തു? നേരം വെളുക്കുവോളം വെള്ളം മുഴുവൻ കോരി കിണർ വറ്റിച്ചു. എല്ലാം വറ്റിച്ചിട്ട് അവസാനം ഈ പെട്ടിയും പൊക്കി എടുത്തുകൊണ്ടപ്പോൾ നേരം വിളക്കും. തെന്നാലി രാമൻ ചെന്ന് പറഞ്ഞു, വളരെ നന്ദിയുണ്ട് ചെയ്തു തന്ന ഉപകാരത്തിനെന്ന് പറഞ്ഞു. ഇത് പറഞ്ഞപ്പോൾ ഇവർ പെട്ടിയും കൊണ്ട് തുറന്നു നോക്കിയപ്പോൾ എന്താ സംഭവം? അതിനകത്ത് അമ്മിക്കല്ല് മാത്രമേ ഉള്ളൂ. മനസ്സിലായില്ലേ? ഇങ്ങനെ തെന്നാലി രാമൻ പറ്റിച്ചിട്ടുണ്ട്. അപ്പൊ അതുപോലെയാണ് ഇവിടെ ഈ ഗോപികമാര് ഉറക്കെ പറയും. പിന്നെ ചില ഗോപികമാര് പറച്ചിലില്ല. ചിലർ ഈ വെണ്ണ കയ്യിലെടുത്ത് ഈ പന്ത് പോലെ ഉരുട്ടി ഇങ്ങനെ വെളിയിൽ വന്നിട്ട് ഇങ്ങനെ ഉരുട്ടിക്കൊണ്ടിരിക്കും. എന്നിട്ട് പറയും, കണ്ടില്ലേ ഇത്രയും വെണ്ണ കിട്ടിയിട്ടുണ്ട്, നാളെ തന്നെ കൊണ്ടുപോയി വിൽക്കണം. ഇത് കാണിച്ചു കൊടുക്കും. അപ്പം പറയുന്നത് കൃഷ്ണ സംഘം ഞാൻ കേട്ടിട്ടില്ല. അതാണ് കൃഷ്ണന്റെ ഭാവം. മനസ്സിലായില്ലേ? കേൾക്കാൻ വേണ്ടി പറഞ്ഞാൽ ഞാൻ കേട്ടിട്ടില്ല, കാണാൻ വേണ്ടി കാണിച്ചാൽ ഞാൻ കണ്ടിട്ടില്ല. കൃഷ്ണൻ നേരെ നടന്നങ്ങ് പോകും. ഇതെല്ലാം കഴിഞ്ഞ് നേരെ ചെല്ലുമ്പോൾ അവിടെ കൂട്ടുകാരുടെ ഒരു സംഘമുണ്ട്. അവിടേക്ക് ചെല്ലുമ്പോൾ അവരുടെ ലീഡറാണ്, അവർ കാത്തിരിക്കുന്ന കൃഷ്ണനെ. അവിടെ ചെല്ലുമ്പോൾ ഇവർ ചോദിക്കും, ഇന്നെന്താ പ്രോഗ്രാം? അന്നേരമാണ് ആലോചിക്കുന്നത്. വന്നപ്പോൾ സുശീല പറഞ്ഞു, കലത്തിൻ്റെ മേളിലിരിപ്പുണ്ട്. ഗോമതി എൻ്റെ മുമ്പിൽ കൊണ്ടൊന്ന് ഉരുട്ടി കാണിച്ചു. അതപ്പം ഇത് എവിടെ പോകണം എന്ന് ആലോചിക്കും. ആലോചിച്ചതിന് ശേഷം എന്ത് ചെയ്യും? ഗോമതിയുടെ മോൻ വന്നിട്ടുണ്ടെങ്കിൽ ഗോമതിയുടെ മോനെ വിളിച്ചിട്ട് പറയും, ഒരു പേര് ഉദ്ദേശത്തിലൊക്കെ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ, ഈ ഗോപികമാർക്ക് ഗോമതി എന്ന് പേരുണ്ടോന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും അവിടെ വിളിച്ചിട്ട് നേരെ പറയും, മോനെ ഇങ്ങ് വിളിക്കും. ഉണ്ട് എന്നാൽ വിളിച്ച് മുമ്പിലോട്ട് എടുത്തിട്ട് പറയും, ഇന്ന് നീയാണ് ക്യാപ്റ്റൻ, ഇന്ന് നമ്മുടെ നേതാവ് നീയാണ്. ഇന്ന് എവിടെയാ പോകുന്നതെന്നറിയോ? നിന്റെ വീട്ടിലേക്കാണ്. മനസ്സിലായില്ലേ? ഏത് വീട്ടിൽ നിന്നാണോ വെണ്ണ എടുക്കേണ്ടത് ആ വീട്ടിലെ കുട്ടിയെ മുമ്പിൽ നിർത്തും. അവനെ അന്ന് ലീഡറാക്കും. എന്നിട്ട് അവനെ കൊണ്ടാണ് അവന്റെ വീട് കുത്തി തുറപ്പിക്കുന്നത്. അപ്പൊ അതാത് വീട്ടിലെ കുട്ടി അതാത് വീട് തുറന്നു കയറി കഴിയുന്നതിന് മോഷണം എന്ന് പറയാൻ പറ്റുമോ? ഇതാണ് ഭഗവാന്റെ വാദം. മനസ്സിലായില്ലേ? നമ്മുടെ വീട്ടിൽ അന്യ വീട്ടിലെ കുട്ടി വന്ന് ആരുമില്ലാത്തപ്പോൾ കയറിയാലല്ലേ മോഷണമാവുന്നത്. അയലത്തെ വീട്ടിലെ കുട്ടി നമ്മളെ വീട്ടിലെ കുട്ടി ഉള്ളപ്പോൾ തന്നെ അവന്റെ കൂട്ടത്തിൽ വന്ന് നമ്മളെ വീട്ടിൽ കയറിയാൽ അതിനെ മോഷണം എന്ന് പറയാൻ പറ്റുമോ? എത്ര സിമ്പിളായിട്ടാണ് ഭഗവാൻ കൈകാര്യം ചെയ്യുന്നത്. അതിനെ ലീഡറായിട്ട് കൊണ്ടുവരും. എന്നിട്ട് അവനെ കൊണ്ട് വീട് തുറപ്പിക്കും. അവനെ കൊണ്ട് തന്നെ ഈ വെണ്ണ എടുപ്പിക്കും. ഈ വെണ്ണ കലത്തിന്നെടുക്കുന്ന ജോലി മാത്രമാണ് കൃഷ്ണൻ ചെയ്യുന്നത്. കാരണം എന്താ? ബാക്കിയുള്ളവരൊക്കെ കഴിക്കാൻ ആർത്തി കൊണ്ട് നിൽക്കുന്നവരാ. കൃഷ്ണന് കഴിക്കാൻ വേണ്ടിയിട്ടല്ല എടുക്കുന്നത്, മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായില്ലേ? ബാക്കിയുള്ളവരൊക്കെ കാരണം അതുകൊണ്ട് എല്ലാവരും പറയും കൃഷ്ണൻ എടുത്താൽ മതി, കൃഷ്ണൻ എടുത്താൽ മതി എന്ന് പറയും. കാര്യം കൃഷ്ണൻ ഇത് കഴിക്കണമെന്നുള്ള ആ മോഹമൊന്നുമില്ല. എടുക്കുക, കൊടുക്കുക, മറ്റുള്ളവരുടെ സന്തോഷമാണ് കൃഷ്ണന്റെ ആനന്ദം. അപ്പൊ മറ്റുള്ളവർക്ക് ആ സമയം കൊണ്ട് എന്ത് ചെയ്യാം? കഴിച്ചുകൊണ്ടിരിക്കാം. ഇവർക്കൊക്കെ ഇതെല്ലാം കൊടുത്തു കഴിയുമ്പോൾ ഈ കൃഷ്ണൻ എവിടേക്കാ പോകുന്നത് നോക്കിയിട്ട് വേറൊരു കൂട്ടം ആൾക്കാർ ഇങ്ങനെ കാത്തിരിപ്പുണ്ട്. അവരും വന്ന് ഈ വീടിന്റെ വെളിയിൽ നിൽക്കും. കുറേ കുരങ്ങന്മാര് നേരെ വന്ന് ബാക്കിയുള്ള വെണ്ണ മുഴുവൻ ആർക്ക് കൊടുക്കും? അവർക്ക് കൊടുക്കും. ഇതെല്ലാം കഴിയുമ്പോൾ നേരെ പറഞ്ഞ പണി ചെയ്യും. മുമ്പേ പറഞ്ഞ കലം അടിച്ചങ്ങ് പൊട്ടിച്ചു കളയും. ഈ കലവും കൂടെ പൊട്ടിച്ചു കഴിഞ്ഞിട്ട് നേരെ അങ്ങ് പോകും.
ഇതാണ് പരാതിയായിട്ട് വരുന്നത്. ഇവിടെ ഭഗവാൻ പറഞ്ഞത് എന്താ? ഞാൻ കട്ടിട്ടില്ല, പിന്നെയോ ഇവരാണ് കള്ളി, ഇവരുടെ മോനാണ് കള്ളൻ. ഇത് സത്യമല്ലേ? അവരുടെ മോൻ തന്നെ ആ വീട്ടിൽ കയറിയപ്പോൾ കൂടെ ഉണ്ടായിരുന്നു എന്ന് ഈ അമ്മയ്ക്കറിയാം. അപ്പൊ സ്വന്തം മോന്റെ കുറ്റം മറച്ചു വെച്ച് കൃഷ്ണനെ മാത്രം കുറ്റക്കാരനാണ്. പക്ഷെ പ്രേരണ മുഴുവൻ കൃഷ്ണന്റെ, അത് വേറെ സത്യം. കൃഷ്ണനെ മാത്രം കുറ്റക്കാരനാക്കുന്നതാണ് കൃഷ്ണൻ പറയുന്നത് ഞാൻ കട്ടിട്ടില്ല. ഭഗവാന്റെ വാക്കിന്റെ അർത്ഥം മനസ്സിലായോ? ഇതാണ് ഭഗവാൻ പറയുന്ന ഒരു തത്വം. ഇനി ഇങ്ങനെ ഒരു ലീലയുടെ ആന്തരിക അർത്ഥം എന്താ? ഇങ്ങനെ ഒരു ലീല കേട്ട് ഞാൻ കട്ടിട്ടില്ല എന്ന് പറയാൻ വേണ്ടി മാത്രം വ്യാസൻ ഒരു കഥ ചേർത്ത് വെച്ച് പോവും? ഒരിക്കലുമില്ല. കാരണം ഒരു പരമമായ ശ്രേഷ്ഠമായ ഭക്തിയിലേക്ക് ഓരോ വ്യക്തിയെ ഉയർത്താൻ വേണ്ടി രചിച്ച ഭാഗവതത്തിലെ ഒരു കഥകൾ പോലും അനാവശ്യമായി ആര് ചേർക്കില്ല? വ്യാസൻ ചേർക്കില്ല. അപ്പൊ ഇതിന്റെ ആന്തരിക അർത്ഥം എന്താ? അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഈ ഗോപികമാർ മുഴുവൻ തങ്ങളുടെ മനസ്സ് ഭഗവാന് സമർപ്പിക്കാൻ ഇരിക്കുന്നവരാണ്. ഗോപികമാരുടെ മനസ്സിന്റെ പ്രതീകമാണ് വെണ്ണ. നമ്മൾ പറയില്ലേ അവന്റെ ഹൃദയം വെണ്ണ പോലെയാണെന്ന് പറയുന്നത്, സ്നേഹമുള്ള ഹൃദയമാണ്. ചില പറയാം ഓ അവന്റെ ഹൃദയം ഒരു കരിങ്കല്ല് പോലെ, കണ്ടില്ലേ അനങ്ങാതിരിക്കുന്നുണ്ട്, അനങ്ങാപ്പാറ കണക്ക്, ഇനി ആർക്ക് എന്ത് വന്നെന്ന് പറഞ്ഞാൽ അവൻ ചലിക്കില്ല എന്ന് പറയും, കേട്ടിട്ടില്ലേ? അപ്പൊ ഈ ഹൃദയം കരിങ്കല്ല് പോലെ എന്ന് പറഞ്ഞാൽ കല്ലായിട്ടിരിക്കുന്നതാണ് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഒരു വികാരവും ഇല്ലാത്ത, ഒരു നന്മയും ഇല്ലാത്തവന്റെ ഹൃദയം കരിങ്കല്ല് പോലാണ്. പക്ഷേ നന്മയുള്ളവന്റെ ഹൃദയം എങ്ങനെയായിരിക്കും? അത് വെണ്ണ പോലെയാണ്. കവിമാരൊക്കെ പറയല്ലേ വെണ്ണ പോലെയാണ്. വെണ്ണയുടെ പ്രത്യേകത എന്താ? കരിങ്കല്ലും വെണ്ണയ്ക്കും രണ്ടിനും രൂപമുണ്ട്. ഒരു കണക്ക് വലിയ രൂപത്തിലിരിക്കാം, പക്ഷേ വെണ്ണ എപ്പോഴും എന്താ? മൃദുവായിരിക്കും, അല്ലേ? ആണോ അല്ലേ? വെണ്ണ വളരെ മൃദുവായിരിക്കും. അപ്പം മൃദുവായ ഭാവം, ഭഗവാനോടുള്ള ഭക്തി കൊണ്ട്, നിഷ്കളങ്കമായ സ്നേഹം കൊണ്ട് ഗോപികമാരുടെ ഹൃദയമൊക്കെ എങ്ങനെയായി തീർന്നു? മൃദുവായി തീർന്നു, വെണ്ണ പോലെ ആയി തീർന്നു. എപ്പോഴാണ് വെണ്ണ ഉണ്ടാകുന്നത്? പാലിനെ കടഞ്ഞ് എടുക്കുമ്പോഴാണ്, പ്രോസസ് ചെയ്യുമ്പോൾ. അപ്പോൾ സാധാരണ സ്ത്രീകളായ ഗോപികമാരെ ഭക്തിയാകുന്ന ജ്ഞാനമാകുന്ന മത്തുകൊണ്ട് കടഞ്ഞ്, ആ ഭക്തിയാകുന്ന ജ്ഞാനമാകുന്ന മത്തുകൊണ്ട് കടഞ്ഞ് അവരുടെ വിവേകബോധമാകുന്ന ആ ഹൃദയഭാവമാണ് വെണ്ണയായി ഭഗവാൻ സങ്കല്പിക്കുന്നത്. അത് താൻ എടുക്കുക എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? തനിക്ക് വേണ്ടിയിട്ടാണ് അവരത് സൂക്ഷിക്കുന്നത്. പിന്നെയോ ഈ വെണ്ണയല്ലാതെ, ഈ ഗോപികമാരിൽ നിന്ന് അവരുടെ ഹൃദയ സ്നേഹമല്ലാതെ മറ്റൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഇത് പുറമേ വിചാരിക്കുന്നത് കണക്കൊരു സ്ത്രീ പുരുഷ ബന്ധമല്ല ഗോപികമാരും ഭഗവാനും തമ്മിലുള്ള പ്രണയം. നമ്മളിന്ന് നാട്ടിൽ പ്രണയം എന്ന് പറഞ്ഞാൽ എന്താ ബന്ധം? അതൊരു സ്ത്രീ പുരുഷ ബന്ധമാണ്, അല്ലേ? അതിനകത്ത് ആ ഒരു ശരീരബോധത്തിലുള്ള ബന്ധമല്ലേ? ലൈംഗിക ബോധത്തിലുള്ള ബന്ധമല്ലേ? മനസ്സിലാവുന്നുണ്ടോ? ആ ലൈംഗിക ബോധവും ആ ലൈംഗിക ബോധത്തിന് ആധാരമായ വിചാരങ്ങളും അതിനനുസൃതമായിട്ടുള്ള ലിംഗഭാവ വ്യത്യാസങ്ങളെല്ലാം ചേരുന്ന ബന്ധമാണ് ഇന്ന് നമ്മൾ പ്രണയം എന്ന് പറയുന്നത്, അല്ലേ? ഇവിടെ ഭഗവാൻ ഇവിടെ പറയുന്നു, ഈ ശരീരബോധവുമായി ബന്ധപ്പെട്ടിട്ടല്ല ഗോപികമാരെ ഞാൻ പ്രണയിക്കുന്നതും, ഗോപികമാര് എന്നെ അതുകൊണ്ടാണ് മുമ്പേ പറഞ്ഞത് ഭഗവാന്റെ പ്രായം വളരെ കുഞ്ഞും ഗോപികമാര് ആ പ്രായം തൊട്ട് അങ്ങ് വലിയ പ്രായം വരെ ഉള്ളവരുണ്ടെന്ന് പറയുന്നത്. കാരണം ഒരിക്കലും അത് ശാരീരികമായ ഭാവത്തിലുള്ള പ്രണയമല്ല, അത് പ്രകടിപ്പിക്കാനാണ്. ശാരീരിക ഭാവത്തെ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് കാണിക്കാനാണ്. ഈ ഹൃദയത്തെ ഞാൻ എടുക്കുന്നുണ്ട്, വെണ്ണ എടുക്കുന്നുണ്ട്, പക്ഷെ കലം എടുക്കുന്നുണ്ടോ? കല അടിച്ചു പൊട്ടിച്ച് കളയുന്നു. മനസ്സിലായില്ലേ? ശരീരത്തെ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ പിന്നെ എന്തിനെ ആഗ്രഹിക്കുന്നുള്ളൂ? നിങ്ങളുടെ ആത്മസമർപ്പണമാകുന്ന ഹൃദയഭാവത്തെയാണ് ആഗ്രഹിക്കുന്നത്. ഇതാണ് ഭഗവാന്റെ വെണ്ണാപകരണം. ഇതൊരു മോഷണമാണോ? ഇനി മറ്റൊരർത്ഥത്തിൽ കൂടി ഭഗവാൻ തൻ്റെ ചൈതന്യത്തെ ഇവരെ ബോധ്യപ്പെടുത്തുകയാണ്. ഞാൻ എൻ്റെ മൊബൈൽ ഇവിടെ വെച്ചിരുന്നു, ഈ മൊബൈൽ നിങ്ങൾ ആരെങ്കിലും എടുത്ത് മാറ്റി വെച്ചു, ഞാൻ ആ സാധനം പോയി തിരിച്ച് നിങ്ങളെടുത്ത് നിങ്ങൾ മറിച്ച് നിങ്ങളുടെ സ്വന്തമാണെന്നുള്ള നിലയിൽ അപഹരിച്ചു നോക്കുക. ഞാനത് വന്ന് തിരിച്ചെടുത്താൽ ആ തിരിച്ചെടുപ്പ് മോഷണമാണോ? ആണോ? എൻ്റെ ഒരു വസ്തു എന്നിൽ നിന്ന് മറച്ച് നിങ്ങളേതാണ് എന്ന് ധരിച്ചുകൊണ്ട് നിങ്ങളെടുത്ത് മാറ്റി വെച്ചു, നിങ്ങളെടുത്ത് വെച്ചു. ഞാൻ എൻ്റെ വസ്തു തിരിച്ചു വന്നെടുത്താൽ അത് മോഷണമാണോ? മനസ്സിലായില്ലേ? ഇവിടെ ഈ പ്രപഞ്ചത്തിലുള്ളത് മുഴുവൻ എൻ്റേതാണ്. ആര് പറഞ്ഞു? ഭഗവാൻ. മനസ്സിലായില്ലേ? സർവ്വതും ഭഗവാന്റേതാണെങ്കിൽ വെണ്ണയടക്കം എല്ലാം ആരുടേതാ? ഭഗവാന്റേതാണ്. ആ സർവ്വതും എൻ്റേതാണ്, ഭഗവാന്റേതാണെന്ന ബോധം ഇല്ലാത്തത് കൊണ്ടാണ് ഗോപികമാര് ഭഗവാനെ കാണാതെ വെക്കുന്നു എന്ന സങ്കല്പം എടുക്കുന്നത്. മനസ്സിലായില്ലേ?
മറച്ചു വെക്കുന്നു എന്ന് സങ്കല്പപ്പെടുക. ഭഗവാൻ ബോധ്യപ്പെടുത്തുകയാണ്, ഒന്നും എന്നിൽ നിന്ന് മറയ്ക്കാൻ സാധിക്കില്ല. ഈ ഉള്ളതെല്ലാം എൻ്റേത് തന്നെയാണ്. അത് നിങ്ങളുടേതാണെന്നുള്ള ധാരണ എന്നെക്കുറിച്ചുള്ള അറിവില്ലായ്മ കൊണ്ടുണ്ടാകുന്നതാണ്. മനസ്സിലായില്ലേ? നമ്മൾ ഉപയോഗിക്കുന്ന സർവ്വ വസ്തുക്കളും ആരുടേതാ? ഈശ്വരൻ്റെതാണ്. ശരിയല്ലേ? സർവ്വതും ഈശ്വരൻ്റെതാ. ആ ബോധത്തിലേക്ക് നമ്മൾ എത്തുമ്പോഴാണ് ശരിയായ നിലയിൽ നമുക്ക് ഈശ്വരനെ മനസ്സിലാക്കാൻ സാധിക്കും. ഈ ആത്മബോധത്തെ ഉണർത്തുകയാണ് ആര് ചെയ്തത്? ഭഗവാൻ. ആരിലേക്ക്? ഗോപികമാരിലേക്ക്. ഇപ്പൊ ഗോപികമാർക്ക് യഥാർത്ഥത്തിലൊരു വിദ്യാഭ്യാസമാണ് ഭഗവാൻ ആ വെണ്ണാപഹരണത്തിലൂടെ കൊടുത്തത്. ഇനി ഇത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഗോപികമാരുടെ ഭാഗത്ത് ചേർന്നിട്ടുള്ള ലീലയുണ്ട്, വസ്ത്രാപഹരണ ലീല. അല്ലേ? ഗോപികമാർ കുളിക്കാൻ പോയപ്പോൾ അവരുടെ എല്ലാം വസ്ത്രം എടുത്തുകൊണ്ട് പോയി എന്ന് പറയുന്ന ഒരു ലീലയുണ്ട്. ഈ വസ്ത്രാപഹരണ ലീലയെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. ഇവിടെ ഗോപികമാർ ഒരു മാസക്കാലം നീണ്ടു നിന്ന വലിയൊരു വ്രതമെടുത്തു. ആ വ്രതത്തിൽ കാർത്യായനി ദേവി എന്ന് പറയുന്ന ദേവിയാണ് പൂജിച്ചത്. ഈ കാർത്യായനി ദേവി കൃഷ്ണ സഹോദരിയാണ്. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഈ 8ാമത്തെ പുത്രന് പകരം യശോദയുടെ ഒരു മകളെ ഇവിടെ കൊണ്ടുവന്നായിരുന്നല്ലോ, കംസന്റെ കാരാഗൃഹത്തിൽ കൊണ്ടുവന്നായിരുന്നല്ലോ. ആ കുഞ്ഞിനെ കാലിൽ പിടിച്ചടിക്കാൻ നേരത്ത് മുകളിലേക്ക് ഉയർന്നു പൊങ്ങിയിട്ട് ഒരു ദേവീഭാവത്തിൽ വന്ന ദേവിയുണ്ടല്ലോ, ആ ദേവീ സങ്കല്പത്തെയാണ് കാർത്യായനി ദേവി എന്ന് പറയുന്നത്. ആ കാർത്യായനി ദേവിയെ ഗോപികമാരെല്ലാവരും കൂടെ ചേർന്ന് പൂജിച്ചു. ഈ പൂജ തീർന്ന ദിവസം, ഒരു മാസത്തെ പൂജയാണ്, തുടർച്ചയായിട്ട് എല്ലാ ദിവസവും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വ്രതാനുഷ്ഠാനത്തിലൊക്കെയാണ്. ആ വ്രതാനുഷ്ഠാനത്തിൽ അപ്പം നമുക്കറിയാം, ഇത്രയും നീണ്ട വ്രതമൊക്കെ എടുക്കണമെങ്കിൽ എന്തെങ്കിലും ഉദ്ദേശം കാണത്തില്ലേ? നമ്മളൊക്കെ വ്രതം എടുക്കുമ്പോൾ ഒരു ഉദ്ദേശം കാണത്തില്ലേ? എന്തെങ്കിലുമൊക്കെ നേടണം എന്നൊരു ആഗ്രഹത്തിലായിരിക്കും വ്രതങ്ങളും എല്ലാം എടുക്കുന്നത്, ശരിയല്ലേ? അപ്പോൾ അതുപോലെ ഇത്രയും നീണ്ട ഒരു വ്രതം എടുത്തു. ഈ വ്രതത്തിൻ്റെ ഒടുവിൽ ഗോപികമാർ പറഞ്ഞു, ഇത്രയും നാളത്തെ വ്രതമൊക്കെ എടുത്ത് നിഷ്ഠയോടുകൂടി ശരീരത്തേക്ക് വ്രതം എടുക്കും. നമുക്കറിയാം, ശരീരത്തിന് എല്ലാ സുഖത്തിലുമാണ് വ്രതം എടുക്കുന്നത്. ചില ദിവസം ഭക്ഷണം കഴിക്കില്ല, അല്ലേ? ചില ദിവസം ഒരിക്കൽ മാത്രം കഴിക്കും, ഇങ്ങനെയൊക്കെയുണ്ട്. അപ്പോൾ ചില വ്രതങ്ങളിൽ നമ്മൾ ഉറക്കൊഴിഞ്ഞ് വ്രതം എടുക്കുന്ന വ്രതമുണ്ട്. ഇപ്പോൾ ശിവരാത്രി വ്രതമൊക്കെ എങ്ങനെയാണ്? പലതരത്തിലാണ് വ്രതങ്ങൾ, പലതരത്തിലാണ്. ഓരോരുത്തരുടെയും വ്രതം കഠിന നിഷ്ഠയായിരിക്കും. ചിലർ വെള്ളം പോലും കഴിക്കാതെ വ്രതം എടുക്കുന്നവരുണ്ട്, ചിലർ വെള്ളം മാത്രം കഴിച്ചിട്ട് വ്രതം എടുക്കുന്നവരുണ്ട്, ചിലർ 1-2 പഴം കഴിക്കുന്നുണ്ട്, ചിലർ പറയും അത്രയൊന്നും എന്നെ കൊണ്ട് വരുന്നില്ല, ഒരു നേരത്തെ ഊണ് കഴിച്ചിട്ട് ഞാൻ എടുത്തോളാം എന്ന് പറയുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഓരോരുത്തരുടെയും വ്രതത്തിന് ഓരോ ഭാവങ്ങളാണ്. അപ്പോൾ ഇവരെല്ലാവരും പറഞ്ഞു, ഈ വ്രതമൊക്കെ തീർന്നല്ലോ, നമുക്ക് സന്തോഷമായിട്ട് എന്തായാലും ഒരു സന്തോഷത്തിന് നമുക്ക് നദിയിൽ പോയി എല്ലാവർക്കും കൂടെ ഒന്ന് കുളിച്ചിട്ട്, മുങ്ങി കുളിച്ച് നീന്തിയൊക്കെ കുളിച്ചിട്ട് വരാം. ഈ വ്രതത്തിൻ്റെ ഇടയ്ക്ക് അങ്ങനെയുള്ള ഉല്ലാസങ്ങളൊന്നും ചെയ്യാറില്ല. അതുകൊണ്ട് എല്ലാ ഗോപികമാരും കൂടെ ചേർന്ന് നദിയിൽ കുളിക്കാൻ വേണ്ടി പോയി. അങ്ങനെ ആ നദിയിൽ കുളിസ്ഥലത്തേക്ക് പോയി. ആ കുളിക്കാൻ വേണ്ടി അവിടെ എത്തിയ സമയത്ത് ഇവരെല്ലാവരും അവരുടെ വസ്ത്രങ്ങളെല്ലാം അഴിച്ചു വെച്ചിട്ട് നദിയിൽ ഇറങ്ങി. ഇവിടെ ഇറങ്ങുന്ന സമയത്ത് ഒരു ചെറിയ വസ്ത്രങ്ങൾ പോലും ഒരു ഗോപികമാരും ധരിച്ചിരുന്നു, എല്ലാം അഴിച്ചു വെച്ചു. കാരണം ഇവരെല്ലാവരും ഒരേ ഭാവത്തിലുള്ളവരാണ്. അപ്പോൾ പിന്നെ വേറെ, ഇപ്പോൾ ലിംഗവ്യത്യാസം ഉണ്ടെങ്കിൽ ശരിയാണ്, വേറെ ആളിനെ കണ്ടാൽ നമുക്ക് നാണം വരും, ലജ്ജ വരും. ഇതങ്ങനെ ഒരു വ്യത്യാസമില്ലാതെ ഗോപികമാരെല്ലാവരും ഒരുപോലെ ഇറങ്ങി ആ നദിയിലേക്ക് കുളിച്ചു. എല്ലാവരുടെ വസ്ത്രവും എവിടെ വെച്ചു? കരയിൽ വെച്ചു. ഈ സമയത്ത് ഭഗവാൻ അതുവഴി വരികയാണ്. ഭഗവാൻ അവിടേക്ക് വന്ന് നോക്കുമ്പോൾ ഇവരെല്ലാവരും വെള്ളത്തിൽ കിടന്ന് നീന്തി കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭഗവാൻ ഈ വസ്ത്രങ്ങളെല്ലാം പതുക്കെ ചുരുട്ടി മുഴുവൻ സാധനം അങ്ങ് എടുത്തു. നേരെ തൊട്ടടുത്തൊരു വലിയ കദംബ വൃക്ഷമുണ്ടായിരുന്നു. ആ കദംബ വൃക്ഷത്തിൻ്റെ മുകളിലേക്ക് പോയി ആ വൃക്ഷത്തിൻ്റെ മുകളിൽ കൊണ്ടുപോയി തുണിയെല്ലാം കൂടെ ചുരുട്ടി പിടിച്ച് അവിടെ അങ്ങിരുന്നു. കുറേ സമയം കഴിഞ്ഞ് ഗോപികമാർ വെള്ളത്തിൽ കുളിച്ച് അവിടെ വെള്ളത്തിൽ കിടന്ന് നീന്തി കളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളമൊക്കെ തെറിപ്പിച്ച് ഉല്ലസിച്ച് തമാശയും ചിരിയും, കൂട്ടുകാരാണല്ലോ എല്ലാവരും. അങ്ങനെ ഒരു ആനന്ദമൊക്കെ കഴിഞ്ഞപ്പം ഗോപികമാർ പറഞ്ഞു, സമയം ഒരുപാടായി, വീട്ടിൽ പോകണം. ഇനിയിപ്പോൾ നമ്മൾ അങ്ങോട്ട് ചെന്നില്ലെങ്കിൽ വീട്ടിൽ നിന്ന് ചിലപ്പോൾ തിരക്കി വരും, അല്ലേ? തിരക്കി വരുന്ന ഒരു സമയം കഴിഞ്ഞാൽ, അതുകൊണ്ട് നമുക്ക് ഉടനെ തന്നെ വീട്ടിൽ പോകാം എന്നൊക്കെ പറഞ്ഞ് ഗോപികമാർ എന്ത് ചെയ്തു? കരയിലേക്ക് കയറാൻ തയ്യാറായി. ഇങ്ങനെ കരയിലേക്ക് കയറാൻ തയ്യാറായപ്പോൾ ആദ്യം കരയിലേക്ക് കയറിയ ഗോപിക അയ്യോ എന്നൊരു വിളിയും വിളിച്ച് തിരിച്ച് വെള്ളത്തിലോട്ടൊരു ചാട്ടവും ചാടി. ബാക്കിയുള്ളവരൊക്കെ ചോദിച്ചു, എന്താ പറ്റിയത്? ഇതിൽ കൂടുതൽ ഇനി എന്തു പറ്റാൻ? നമുക്ക് ആർക്കും കൊടുത്തോണ്ട് പോകാൻ തുണിയില്ല. മനസ്സിലായില്ലേ? അതിൽ കൂടുതൽ വേറെ വല്ലതും ഉണ്ടോ? ഒരാളിന്റെ പോലും തുണിയില്ലേ? അപ്പൊ വെള്ളത്തിൽ കിടന്നുകൊണ്ട് ഗോപിക ചോദിച്ചു, ആരുടെയെങ്കിലും തുണിയില്ലേ? ഒരാളിന്റെ പോലും തുണിയില്ലെന്ന്. ഏതെങ്കിലും ഒരാളെ തുണി ഉണ്ടെങ്കിൽ രക്ഷപ്പെടാം. എന്താ കാര്യം? ആ ആള് വീട്ടിൽ പോയി തുണി എടുത്തോണ്ടെന്ന് ബാക്കിയുള്ളവർക്ക് കൊടുത്താൽ മതിയല്ലോ. ഗോപികമാരാകെ ഭയം കൊണ്ട് ഇത്തരമൊരവസ്ഥ ഗോപികമാരൊന്ന് ആലോചിച്ച്, നമ്മുടെ അവസ്ഥ എങ്ങനെ ഒരു അവസ്ഥ വന്നാൽ, അല്ലേ? ആണായാലും പെണ്ണായാലും ആർക്കായാലും ഇത്തരം ഒരു അവസ്ഥ വന്നു. ഇതൊരാൾക്കല്ല,
ഇന്നത്തെ കാലത്ത് കണക്ക് വീട്ടിനടുത്തുള്ള കുളിമുറിയിൽ നിന്നാണെങ്കിൽ ഓടിയെങ്കിലും അപ്പുറത്തും നോക്കിയിട്ട് പെരക്കകത്തോട്ട് ഓടിക്കയറാം. വേറെ ഗതിയൊന്നുമില്ലെങ്കിൽ അങ്ങനെങ്കിലും ചെയ്യാം. ഇതോ അതും പറ്റത്തില്ല. വളരെ ദൂരത്തിലാണ് നദീതടത്തിൽ കുളിക്കാൻ പോയത്. അവിടെ നിന്ന് വീട്ടിലേക്ക് വരാൻ ഒരാളാണെങ്കിൽ ഏതെങ്കിലും മരത്തിൻ്റെ വെട്ടി മറിഞ്ഞെങ്കിലും വരാം. ഇത് വരേണ്ടത് 100 കണക്കിന് ആൾക്കാരാണ്. ഇത്രയും പേരും കൂടെ വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ കയറി നടന്നു വന്നാലുള്ള അവസ്ഥ എന്തായിരിക്കും? ചരിത്രത്തിലെ ഘോഷയാത്രയായി മാറും. ഒരു രക്ഷയില്ലാത്ത അവസ്ഥയായി. ഗോപികമാർ മാനസികമായിട്ട് ഭ്രമിക്കാൻ തുടങ്ങി. ഇവിടെ എന്താണ് ഭഗവാൻ ഇങ്ങനെ ഒരു കർമ്മം ചെയ്യാനുള്ള കാരണം? അല്ലേ, എന്തെങ്കിലും ഒരു കാര്യം ഇല്ലെങ്കിൽ ഭഗവാൻ ഇങ്ങനെ ഒരു കർമ്മം ചെയ്യും. ഭഗവാന്റെ മഹത്വത്തെക്കുറിച്ച് പറയാൻ വേണ്ടി രചിച്ച ഭാഗവതത്തിൽ ഭഗവാനെ മോശക്കാരനാക്കുന്ന ഒരു കഥ ചേർത്ത് വെക്കുമോ വ്യാസൻ? വെക്കുമോ? ഒരിക്കലും വെക്കില്ല. അങ്ങനെ തന്നെ ചിന്തിച്ചാൽ നമുക്കറിയാലോ ഈ കഥയ്ക്ക് മറ്റെന്തോ ഒരു ഉദ്ദേശം ഉണ്ടെന്ന്. പറഞ്ഞാൽ ആശയം മനസ്സിലല്ലേ? ശ്രീകൃഷ്ണ ഭഗവാനെ കുറിച്ച് വർണ്ണിക്കാൻ, ആ ഭഗവാന്റെ മഹത്വത്തെക്കുറിച്ച് പ്രഖ്യാപിപ്പിക്കാൻ, ആ ഭഗവാനിലേക്ക് ഭക്തിയുള്ളവരാക്കി നമ്മളെ മാറ്റാൻ വേണ്ടി പറയുന്ന കഥയിൽ അതിന് വിപരീതമായ ഏതെങ്കിലും ഒരു ഭാഗം ചേർത്ത് വെക്കാൻ സാധ്യതയുണ്ടോ? ഒരിക്കലുമില്ല. അപ്പോൾ വ്യാസൻ ഇത് ചേർത്ത് വെച്ചതിൻ്റെ ഉള്ളിലൊരു തത്വമുണ്ട്. ഇവിടെ വ്യാസൻ ഗോപികമാരെ മുമ്പേ പറഞ്ഞില്ലേ, ഗോപികമാരെ ഉദ്ധരിക്കുവാനാണ് ആര് ശ്രമിക്കുന്നത്? വ്യാസൻ ശ്രമിക്കുന്നത്. ഉദ്ധരിക്കച്ചാൽ ഗോപികമാരെ ഉയർത്തുവാനാണ് വ്യാസൻ ശ്രമിക്കുന്നത്. ഈ ഗോപികമാരെ ഉയർത്തുവാൻ ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസം അവർക്ക് കൊടുക്കണം എന്ന് വെച്ച് ഭഗവാൻ വന്നിട്ട് പറയാണ്, നിങ്ങൾ ഗോപികമാരെല്ലാവരും വന്ന് ഇവിടെ നിന്നിരുന്നേ, ഞാനൊന്ന് പഠിപ്പിക്കാം. ഒരൊറ്റ ഗോപികമാരിരിക്കത്തില്ല. ഗോപികമാർ അന്നേരം ചോദിക്കും, പിന്നെ പഠിപ്പിക്കാൻ വലിയ ആൾ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ വേണമെങ്കിൽ ഒന്നൊരു ഉമ്മയും കൊടുക്കും, ചിലപ്പോൾ ഒരു നുള്ളും കൊടുത്തിട്ട് പോകും. ഗോപികമാർ ഇങ്ങനെയാണ് ഭഗവാനോട് പെരുമാറുന്നത്. ഇപ്പം വിളിച്ചു വന്ന് കൊണ്ടൊന്ന് ഇരുത്താൻ നോക്കിക്കഴിഞ്ഞാൽ ഭഗവാൻ എന്ത് പറഞ്ഞാലും ഗോപികമാർ തർക്കിക്കും. ഈ സ്നേഹം കൂടുന്ന സമയത്ത് ആ കൂടുന്ന സ്ഥലങ്ങളിൽ ഇങ്ങനെ ഒരു വികാരം ഉണ്ടാവാറുണ്ടല്ലേ? മനസ്സിലായില്ലേ? നല്ല സ്നേഹിതരുടെ ഇടയിൽ കണ്ടിട്ട് എന്ത് പറഞ്ഞാലും അതങ്ങ് നിസ്സാരമായിട്ട് തെള്ളിക്കളയും. അപ്പോൾ ഭഗവാൻ അവിടെ ആ നിസ്സാരതയെ മാറ്റണം. ഇവരെ ഒരു കൃത്യമായ ഒരു പഠനത്തിൽ, ഒരാളാണെങ്കിൽ അയാളെ വീട്ടിൽ പോയിരുന്ന് പഠിപ്പിക്കാം. ഒരാളല്ലല്ലോ ഗോപികമാര്, ആയിരക്കണക്കിന് ഗോപികമാരുണ്ട്. അപ്പോൾ അവരെ എല്ലാവരെയും കൂടി ഇരുത്തി പഠിപ്പിക്കാനുള്ള ഒരു ക്ലാസ് റൂം സജ്ജീകരിക്കലാണ് ആര് ചെയ്യുന്നത്? ഭഗവാൻ ചെയ്യുന്നത്. ഒരു ക്ലാസ് റൂം എങ്ങനെയാണ് സജ്ജീകരിക്കുന്നത്? ഒരു ക്ലാസ് റൂം എങ്ങനെയാണ് സജ്ജീകരിക്കുന്നത്? എങ്ങനെയായിരിക്കും? നമ്മളൊക്കെ സ്കൂളിൽ പോകുമ്പോൾ ക്ലാസ് റൂമിലിരുന്ന് പഠിച്ചിട്ടില്ലേ? ഒരു ക്ലാസ് റൂം സജ്ജീകരിക്കുമ്പോൾ അധ്യാപകൻ എങ്ങനെയാണ് ചെയ്യുന്നത്? ഒരു ക്ലാസ് റൂം സജ്ജീകരിക്കുമ്പോൾ അധ്യാപകൻ ആദ്യത്തെ പരിഗണന കൊടുക്കുന്നത് എന്തായിരിക്കും? ഒന്ന്, വിദ്യാർത്ഥികളെ അച്ചടക്കമുള്ളവരാക്കി ഇരുത്തൽ. ഇല്ലേ? എല്ലാ വിദ്യാർത്ഥികളും കിടന്ന് ചിലച്ചുകൊണ്ടിരുന്നാൽ ക്ലാസ് റൂമിൽ പഠിപ്പിക്കൽ നടക്കുമോ? വിദ്യാർത്ഥികൾ അധ്യാപകൻ ക്ലാസ് റൂമിലേക്ക് കയറി അധ്യാപകൻ പഠിപ്പിക്കാൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ അവിടെ ഇരിക്കുന്ന കുട്ടികൾ ഓരോരുത്തരും അവിടെ ഇരുന്ന് ബഹളം വെച്ചുകൊണ്ടിരുന്ന അധ്യാപകന് പഠിപ്പിക്കാൻ പറ്റൂ? 10 പേര് ബഹളം വെച്ചാൽ തന്നെ ബാക്കിയുള്ളവരെ പഠനം മുടങ്ങത്തില്ലേ? 2 പേര് ബഹളം വെച്ചാലും മുടങ്ങത്തില്ലേ? അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? അച്ചടക്കമുള്ളവരാക്കി ഇരുത്തണം. രണ്ടാമത്തതോ, ഈ വിദ്യാർത്ഥികളുടെ മുഴുവൻ ശ്രദ്ധയും ആരിലേക്ക് വരണം? അധ്യാപകനിലേക്ക് വരണം. ആ ശ്രദ്ധ അധ്യാപകനിലേക്ക് വന്നില്ലെങ്കിൽ അധ്യാപകൻ പഠിപ്പിക്കുന്നത് ആരിലേക്ക് എത്തില്ല? വിദ്യാർത്ഥിയിലേക്ക് എത്തില്ല. അതുകൊണ്ടാണ് എപ്പോഴും അധ്യാപകൻ പഠിപ്പിക്കുന്നത്, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, വിദ്യാർത്ഥിയുടെ മുന്നിൽ നിന്നായിരിക്കും അധ്യാപകൻ പഠിപ്പിക്കുന്നത്. 2, അധ്യാപകൻ സ്കൂളുകളിൽ പോയാൽ നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും, അധ്യാപകൻ പഠിപ്പിക്കുന്ന സ്ഥലത്ത് പുറത്തേക്കുള്ള ജനലുകളോ വാതിലുകളോ ഒന്നും ആ ഏരിയയിൽ കാണത്തില്ല. മനസ്സിലായില്ലേ? ആ ഏരിയയിൽ ബോർഡ് മാത്രമേ കാണൂ. അങ്ങോട്ട് പിന്നെ പുറത്തോട്ടുള്ള കാഴ്ചകൾ പരമാവധി എന്ത് ചെയ്യും? മറച്ച് കൊടുക്കും. മനസ്സിലായോ? അപ്പൊ അങ്ങനെ ഒരു രീതിയാണ്. അപ്പൊ ശ്രദ്ധയെ കൊണ്ടുവരണം. ഇവിടെ ഭഗവാനും പ്രകൃതിയെ തന്നെ ഒരു ക്ലാസ് റൂം ആക്കുകയാണ്. ഈ ക്ലാസ് റൂം ആക്കി അതിൽ നിർത്തിക്കൊണ്ട് ഇവരെ പഠിപ്പിച്ചുയർത്താനാണ് ഭഗവാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ ആ ക്ലാസ് റൂം ആക്കാൻ വേണ്ടി ഭഗവാന് ഏതെങ്കിലും മുറിയിൽ വിളിച്ചുകൊണ്ട് ഇവരെ ഇരുത്താന്ന് വെച്ചാൽ ഇവർ വന്നിരിക്കില്ല. അപ്പൊ എന്ത് ചെയ്യണം? ഇവർ താൻ എന്ത് പറഞ്ഞാലും അനുസരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കണം. അങ്ങനെയാണല്ലോ അച്ചടക്കം ഉണ്ടാക്കുന്നത്, അല്ലേ? അധ്യാപകൻ എന്ത് പറഞ്ഞാലും വിദ്യാർത്ഥി അനുസരിക്കുന്നുണ്ടല്ലേ അച്ചടക്കം വരുന്നത്. എല്ലാവരും ഒന്നും മിണ്ടാണ്ടിരിക്കാൻ പറഞ്ഞാൽ മിണ്ടാണ്ടിരിക്കും. പക്ഷെ ഗോപികമാർ അങ്ങനെ വെറുതെ പറഞ്ഞാൽ ഇരിക്കുമോ? ഇരിക്കില്ല. അപ്പൊ അവരെ ആ ഇരുത്തുന്ന അവസ്ഥയിലേക്ക് എത്തിക്കണം. ആ അവസ്ഥയിലേക്ക് എത്തിക്കണമെങ്കിൽ അവരുടെ അഹങ്കാരത്തിന്റെ മുകളിൽ ഒരു പിടി വേണം.
മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇവരുടെ വസ്ത്രങ്ങളെല്ലാം എടുത്തു ഭഗവാൻ. ഈ ക്ലാസ് റൂം എങ്ങനെയാണ് നമുക്കിനി അതിലേക്ക് വരാം. ഈ വസ്ത്രങ്ങളൊക്കെ എടുത്ത് മുകളിൽ വെച്ചു. ഇവർ നോക്കി, ആരുടെയും വസ്ത്രമില്ല. ഇനി ആരെങ്കിലും ഈ അവസ്ഥയിൽ അങ്ങോട്ട് പോയ സമയം ഒരുപാടാവും. വീട്ടുകളിൽ നിന്ന് ആൾക്കാർ തിരക്കി വരും. തിരക്കി വന്നാലുണ്ടാകുന്ന വിപത്ത് വളരെ വലുതാണ്. ഇതൊക്കെ ഇങ്ങനെ ചിന്തിച്ചു. കാരണം ഏതെങ്കിലും ഒരാളെ വീട്ടിൽ നിന്ന് ഒരാളെ തിരക്കിയല്ല ആൾ വരുന്നത്. എല്ലാവരുടെ വീട്ടിൽ നിന്ന് ഓരോരുത്തരത്തേക്ക് ഓരോരുത്തരും വന്നാൽ തന്നെ 1000 പേര് ഇങ്ങോട്ട് വരും. മനസ്സിലായില്ലേ? ഒരു ഗോപികയെ ഉള്ളെങ്കിൽ അവരെ വീട്ടിൽ നിന്ന് ഒരാളാണ് വരുന്നതെങ്കിൽ കുഴപ്പമില്ല, ഈ നാണക്കേട് പുറം ലോകം അറിയത്തില്ല. പക്ഷെ ഇവിടെ ഓരോ ഗോപികമാരെ തിരക്കി ഓരോരുത്തർ വീതം വന്നാൽ തന്നെ 1000 പേര് വരും. അപ്പൊ ഈ 1000 പേര് അറിയുന്ന കാര്യം പിന്നെ രഹസ്യമായിരിക്കോ പരസ്യമായിരിക്കോ? അത് പരസ്യമാവും. അപ്പൊ ആ അവസ്ഥയിൽ നിന്നപ്പോഴും ഇവർ നോക്കുന്നു, കാറ്റടിച്ച് ഇനി പറന്നു പോയിട്ടുണ്ടോ, ഇനി അതാ വെച്ച സ്ഥലം മാറിപ്പോയോ, ഇതൊക്കെ നോക്കി. ഒന്നുമില്ല. ഇവര് കരയാൻ തുടങ്ങി. എന്താ സംഭവിച്ചത് എന്താണെന്നറിയില്ല. എങ്ങനെ പോകാൻ പറ്റും? തിരിച്ചു പോകണ്ടേ? ഇനി പോകാതിരുന്നാലോ, രാത്രിയായിട്ട് ഇരുട്ടത്തെങ്കിലും പോകാന്ന് വെച്ചാൽ അതിനു മുമ്പേ നാട്ടിൽ നിന്ന് തിരക്കി വരും. അപ്പൊ എന്തു ചെയ്യും? ആകെ വിഷമത്തിന്റെ ഭാവത്തിലേക്ക് എത്തി. പെട്ടെന്ന് അതാ ഒരു ഗോപിക പറഞ്ഞു, ദേ കണ്ടില്ലേ, നമ്മുടെ തുണികൾ കൊണ്ടുപോകും മേളിൽ ഒരുത്തം കയറിയിരിപ്പുണ്ട്. കാരണം എന്താ? ഈ തുണിയുടെ പുറകിൽ ഒരു മൈപ്പീലിയുടെ തുമ്പ് കണ്ടു. ഈ തുമ്പ് കണ്ട ഗോപികമാർക്ക്, നിഴല് കണ്ടാൽ പോലും ഗോപികമാർ ആരെ പിടിക്കും? കൃഷ്ണ പിടിക്കും. അത്ര കണ്ടൊരു ബന്ധം ഇവർക്കുണ്ട്. അപ്പോഴേ പറഞ്ഞു, കൃഷ്ണ ഞങ്ങൾ കണ്ടു, നിന്റെ കുസൃതി ഇച്ചിരി കൂടുന്നുണ്ട്, മര്യാദയ്ക്ക് പറയാം, തുണി താടാ. കൃഷ്ണൻ പറഞ്ഞു, മര്യാദ എനിക്കില്ല. ആദ്യത്തെ വാക്കാണ് മര്യാദ എനിക്കില്ല, തരുന്നില്ല. ഗോപികമാര് ഒന്നുകൂടെ കണ്ണൊക്കെ ഉരുട്ടി നോക്കി. ഗോപികമാര് പറഞ്ഞു, ഞങ്ങളങ്ങോട്ട് കയറി വന്നാലുണ്ടല്ലേ നിന്നെ നല്ല അടി. ഇന്ന് വരെ ഞങ്ങൾ നിന്റെ ശരീരം നോവിച്ചടിച്ചിട്ടില്ല, തമാശക്ക് അടിക്കുന്നുള്ളിയൊക്കെ ചെല്ലു. പക്ഷേ നീ ഇപ്പൊ കാണിച്ച ഈ പണിയുണ്ടല്ലോ, അതത്ര ചെറിയ പണി, കുരുത്തക്കേടൊന്നുമല്ല. ഇതുവരെയുള്ള നിന്റെ കുരുത്തക്കേടുകളൊക്കെ ഞങ്ങൾ വേണ്ട എന്നൊക്കെ വെച്ച് കളഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത് സഹിക്കാൻ പറ്റുന്ന കുരുത്തക്കേടാണോ ഇത്? അതുകൊണ്ട് നീ ഇപ്പൊ കാണിച്ച ഈ കുരുത്തക്കേടിന് അങ്ങോട്ട് കയറി വന്നാൽ നല്ല അടി കിട്ടും നിനക്ക്. അവിടെ ഇരുന്നോണ്ട് കൃഷ്ണൻ പറഞ്ഞ് കയറി വന്നു. കൃഷ്ണൻ നല്ല ഒന്നാന്തരായിട്ട് ഉറപ്പുണ്ടല്ലോ ഈ അവസ്ഥയിൽ കയറി ചെല്ലുവോ? ഇനി കയറി ചെന്നാൽ കരയിൽ കയറിയാൽ പോരാ, മരത്തിന്റെ മണ്ട വരെ കയറണം. ഉടുതുണിയില്ലാതെ ആരെങ്കിലും കയറാൻ ചെല്ലുവോ? ധൈര്യമായിട്ട് കയറി വരാൻ പറഞ്ഞു. ഒരു കുഴപ്പമില്ല, കയറി വന്നാൽ ഞാൻ തുണി തന്നേക്കാന്ന് പറഞ്ഞു. ഗോപികമാർക്ക് മനസ്സിലായി ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഗോപികമാർ ഉടനെ പ്ലേറ്റ് മാറ്റിയിട്ടു. പിന്നത്തെ രീതി അങ്ങനെയാണല്ലോ അല്ലേ? ഈ നമ്മളെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭീഷണി ഏൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അപ്പോഴേ അടുത്ത പ്ലേറ്റ് ഇട്ടേരെ, വിഷയം തിരിച്ചങ്ങ് കൊടുക്കും. പണ്ടൊരു വലിയ മാടമ്പിയായിട്ട് ഒരാളുണ്ടായിരുന്നു. ഇയാളെ നാട്ടിലുള്ള എല്ലാവർക്കും പേടിയാണ്. അപ്പോൾ ഇയാൾക്ക് വലിയ പറമ്പും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇയാൾ കുറേ കാലം കഴിഞ്ഞപ്പോൾ ഇയാളുടെ ശരീരമൊക്കെ തളർന്ന് വയസ്സായി വാർദ്ധക്യത്തിലേക്ക് എത്തി. പക്ഷെ പുള്ളിയുടെ മനസ്സിലിരിപ്പ് ഇപ്പോഴും ഞാൻ മാടമ്പി എന്നുള്ളതില്ല. പുള്ളി ഇങ്ങനെ ചാരു കസേരയിരിക്കുമ്പോൾ പുള്ളിയുടെ ആ പറമ്പിലുണ്ടായിരുന്ന തെങ്ങിൽ നിന്ന് തേങ്ങ അടന്നു വീണു. അപ്പോൾ തൊട്ടപ്പുറത്തെ വീട്ടിലെ പയ്യൻ വന്നതങ്ങ് എടുത്തു. അവൻ എടുത്തുകൊണ്ട് പോകാൻ നേരത്ത് ചെയ്യാൻ പറഞ്ഞാ ഇവിടെ കൊണ്ടുപോടാ, എൻ്റെ തേങ്ങ ഇവിടെ കൊണ്ടുവന്നിടാന്ന് പറഞ്ഞു. ഇവൻ തിരിഞ്ഞു നിന്ന് 2 കൊഞ്ഞാണമൊക്കെ കാണിച്ചിട്ട് വീട്ടിൽ നടന്നു. ഇവിടെ കൊണ്ടുവരാന്ന് പറഞ്ഞു. പുള്ളിക്ക് എഴുന്നേറ്റ് എല്ലാം വരുന്നത് അവനറിയാം. മനസ്സിലായില്ലേ? 2-3 തവണ പറഞ്ഞിട്ട് അവൻ കേൾക്കുന്നില്ല. അവൻ തേങ്ങയായിട്ട് അവൻ്റെ വീട്ടിലോട്ട് തന്നെ പോയപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, പിന്നെ നിന്റെ അമ്മുമ്മ കല്യാണിയോട് പറയണം ഞാൻ തന്നു വിട്ടതാന്ന്. മനസ്സിലായില്ലേ? എന്തായാലും അവൻ തേങ്ങ കൊണ്ടുപോകും. അപ്പൊ പിന്നെ അവനെ ഞാൻ വിരട്ടിയിട്ട് അവൻ കൊണ്ടുപോയെന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് നാണക്കേടല്ലേ? പിന്നെ എന്ത് പറഞ്ഞു? നിന്റെ അമ്മുമ്മയോട് പറയണം ഞാൻ തന്നുവിട്ടാണ്. അപ്പോൾ ഒരു സ്നേഹം അങ്ങനെ കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് പറയുന്നത് പോലെ അത് പ്ലേറ്റ് മാറ്റിയാന്ന് ഒരു അവസരത്തെ ഗോപികമാരും പ്ലേറ്റ് മാറ്റി. ഗോപികമാരും പറഞ്ഞു, ഞങ്ങൾ നിന്റെ അച്ഛനോട് എന്ന് പറഞ്ഞു കൊടുക്കും. മനസ്സിലായില്ലേ? അച്ഛനോട് എന്ന് പറഞ്ഞു കൊടുക്കും. നമ്മൾ ചില കുട്ടികളെ നമ്മൾ റോഡിലൊക്കെ വെച്ച് ആരെങ്കിലും അടുത്ത് എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ കേട്ടില്ല, നമ്മൾ പറഞ്ഞു ഞാൻ നിന്റെ വീട്ടിലോട്ടൊന്ന് വരുന്നുണ്ടാ, നിന്റെ അച്ഛനെ അമ്മയൊന്ന് കാണട്ടെ എന്ന് പറയും. ഭഗവാൻ പറഞ്ഞു ധൈര്യമായിട്ട് പോയി പറഞ്ഞു കൊടുക്കും. ഇനി പറഞ്ഞു കൊടുത്തിട്ട് വന്നിട്ടേ തുണി എടുത്തു. ഇവരീ പറഞ്ഞു കൊടുക്കുമെന്ന് പറഞ്ഞാൽ പറയാനല്ല, അതിൻ്റെ പേരിലെങ്കിൽ തുണി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നിങ്ങൾ പോയി പറഞ്ഞിട്ട് വന്നിട്ടേ ഞാൻ തുണി തരുത്തോളൂ, ഉറപ്പാണെന്ന് പറഞ്ഞു. എന്നിട്ട് ഭഗവാൻ ഒന്നുകൂടെ പറഞ്ഞു, നിങ്ങൾ അങ്ങോട്ട് എന്ന് പറയാൻ പോയാൽ ആദ്യത്തെ ശിക്ഷ നിങ്ങൾക്ക് കിട്ടും, രണ്ടാമതേ എനിക്ക് കിട്ടത്തുള്ളൂ. ചിലപ്പോൾ എന്നെ ശിക്ഷിക്കുന്നതുമില്ല. അച്ഛനടുത്ത് എന്ന് പറഞ്ഞ കുറ്റമായിട്ടല്ലേ? കുറ്റം പറഞ്ഞാൽ അച്ഛൻ എന്നെയല്ല ശിക്ഷിക്കുന്നത്, നിങ്ങളെ ആയിരിക്കും. എന്താ ഭഗവാൻ ഇങ്ങനെ പറയാൻ കാരണം? അതായത് ആ കാലഘട്ടത്തിലെ എന്നല്ല എല്ലാ കാലത്തെയും ഒരു ജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ട ചില ധർമ്മബോധമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ജലാശയങ്ങളിൽ പൊതുസ്ഥലങ്ങളിലും ഒരിക്കലും പൂർണ്ണനഗ്നരായി സ്ത്രീ ആയാലും പുരുഷന്മാരായാലും നിന്ന് കുളിക്കാൻ പാടില്ല. പ്രത്യേകിച്ച് ജലാശയങ്ങളിൽ.
ജലാശയം എന്ന് പറയുന്നത് പവിത്രമാണ്. പകൽ സമയങ്ങളിൽ ദേവന്മാരുടെ സാന്നിധ്യവും രാത്രി കാലങ്ങളിൽ പിതൃക്കളും ജലാശയത്തിൽ വസിക്കും. അതാണ് നമ്മൾ ദേവന്മാരുടെ ആറാട്ട് നടത്തുന്നത്, പിതൃതർപ്പണമൊക്കെ നടത്തുന്നത് കണ്ടിട്ടില്ലേ? നമ്മൾ ശ്രാദ്ധ കൂട്ടുന്നതൊക്കെ എവിടെയാ? ജലാശയങ്ങളാണ്. അപ്പോൾ ജലാശയങ്ങളിൽ രാത്രി കാലങ്ങളിൽ പിതൃക്കളും പകൽ സമയത്ത് ദേവന്മാരും വസിക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് അത് തെറ്റിച്ചു എന്നതുകൊണ്ട് രാജാവായ അച്ഛൻ ആദ്യം ശിക്ഷിക്കുന്ന ആരെയായിരിക്കും? നിങ്ങളെ ആയിരിക്കും. അപ്പം ഞാൻ അച്ഛനോട് പറയും, അച്ഛാ ഇവർ തെറ്റ് ചെയ്തു, ഞാൻ വന്നിത് പറഞ്ഞാൽ അച്ഛൻ്റെ അടുത്ത് പറയുമ്പോൾ ഇവർ ഏക്കത്തില്ല, അതുകൊണ്ടാണ് ഞാൻ തുണിയെടുത്ത് മാറ്റി വെച്ചത്. മനസ്സിലായില്ലേ? കള്ളനെ പിടിച്ചു എന്ന് പറഞ്ഞാൽ കള്ളൻ ഏക്കണ്ടേ? അപ്പൊ ഏക്കാൻ വേണ്ടി എന്ത് ചെയ്യും? അതിനുവേണ്ടി ഞാൻ തുണിയെടുത്തത് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അച്ഛൻ എന്നെ അടിക്കത്തതുമില്ല. മനസ്സിലായില്ലേ? അപ്പൊ പിന്നെ അടുത്ത രീതിയിലേക്ക് പോയി. അവസാനം കെഞ്ചാൻ തുടങ്ങി, ഭീഷണിയൊക്കെ അങ്ങ് മാറി. കൃഷ്ണ, നീ മുത്തല്ലേ, ചക്കരയല്ലേ, തേനല്ലേ, പാനല്ലേ, മോനല്ലേ, നിനക്ക് ഞങ്ങൾ വെണ്ണ തന്നിട്ടില്ലേ, അത് തന്നിട്ടില്ലേ? ഭഗവാൻ ചിരിച്ചോട്ടി ചോദിച്ചു, എപ്പം തന്നു? നിങ്ങൾ തന്നേന്നല്ല, ഞാൻ കയറിയെടുത്തതല്ലേ. എന്നിട്ട് എൻ്റെ അമ്മയുടെ അടുത്ത് പോയിട്ട് എത്ര തവണ നിങ്ങൾ പരാതി പറഞ്ഞിട്ടുണ്ട്? എത്ര തവണ എന്നെ നുള്ളും അടിയൊക്കെ കൊള്ളിച്ചിട്ട്, എന്നിട്ട് ഇപ്പം പറയുന്നു തേനല്ലേ, പാനല്ലേ എന്നൊക്കെ പറഞ്ഞു. നിനക്ക് നിങ്ങൾ ചക്കര ഉമ്മ തന്നിട്ടില്ല, ഇനിയും തരാം, എത്ര വേണമെന്ന് തുണി തന്നാൽ മതി. ഭഗവാൻ പറഞ്ഞു, നിങ്ങളുടെ ഉമ്മ കൊണ്ട് ഞാൻ സഹിക്കാൻ വയ്യാതെ ജീവിക്കുക. കാര്യം എന്താ? ഒരാൾ ഒരു ദിവസം ഒരു ഉമ്മയൊക്കെ കിട്ടിയാൽ സഹിക്കാം, ശരിയല്ലേ? അതിനൊരു മധുരം വരും. അധികമായാൽ അമൃതം വിഷം. ഇത് കൃഷ്ണനെ പുറത്ത് കിട്ടുന്ന സമയത്തൊക്കെ ഗോപികമാർ എന്ത് ചെയ്യും? ഓട്ടിച്ചിട്ട് ഉമ്മ കൊടുക്കും. ഒരു ഗോപിക എങ്ങാനും ആണോ ഉള്ളത്? ഒരാളൊന്ന് വിടാൻ കാത്തിരിക്കുക അടുത്താളൊന്ന് വിടാൻ കാത്തിരിക്കുക അടുത്താള്. പക്ഷേ ഭഗവാൻ ഇതിനൊന്നും പരാതി പറയാതെ എന്താ? അവർക്കൊരു സന്തോഷമാവുന്നെങ്കിൽ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഇന്ന് കൊടുക്കുന്നതാണ്. ഭഗവാൻ പറഞ്ഞ അതൊന്നും എനിക്ക് വേണ്ട, അല്ല നിങ്ങളുടെ സ്നേഹവും എനിക്ക് വേണ്ടെന്നേ. ഗോപികമാരാകെ ചോദിച്ചു, പിന്നെ എന്താ വേണ്ടത്? അതുവരെ അങ്ങോട്ട് ഭീഷണിപ്പെടുത്തി അത് കൊടുക്കുക ഇത് കൊടുക്കുക എന്ന് പറഞ്ഞ് ഇതൊന്നും വേണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ ഗോപികമാർ ആരെ ആശ്രയിക്കുക? ഭഗവാനെ ആശ്രയിക്കുക. ഞങ്ങൾ എന്ത് വേണമെന്ന് നീ പറ. ഭഗവാൻ ചോദിച്ചു, ഞാൻ എന്ത് വേണമെന്ന് പറഞ്ഞാലും കേൾക്കും. ഗോപികമാർക്ക് വേറെ രക്ഷയില്ലല്ലോ, ഇവിടുന്ന് പോകണമല്ലോ. ഈ പ്രതിസന്ധി നീ ഊരാക്കുടുക്കിന്ന് കരകയറണമെങ്കിൽ ഇനി ആര് പറഞ്ഞ കേട്ടേ പറ്റത്തുള്ളൂ? കൃഷ്ണൻ പറഞ്ഞത് കേട്ടേ പറ്റത്തുള്ളൂ. ഈ അവസ്ഥയാണ് കൃഷ്ണൻ അവിടെ സൃഷ്ടിച്ചത്. അപ്പം ഭഗവാൻ ചോദിച്ചു, ഞാൻ എന്ത് പറഞ്ഞാലും കേൾക്കും, എന്ത് പറഞ്ഞാലും. അപ്പം ഭഗവാൻ ചോദിച്ചു, ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങൾ ഉപേക്ഷിക്കുമോ? എന്തും ഉപേക്ഷിക്കും. നിനക്ക് വേണ്ടി എന്തും വേണമെങ്കിൽ ഞാൻ ഉപേക്ഷിക്കും, ഞങ്ങൾ ഉപേക്ഷിക്കും, എല്ലാവരും. അപ്പോൾ ഭഗവാൻ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത്? ഇനി ആ കാര്യം കൂടെ പറയണമല്ലോ. അപ്പോൾ പറഞ്ഞു, ഞങ്ങളൊരു വ്രതം എടുത്തു. എന്ത് വ്രതം? കാർത്യായനി ദേവിയെ പൂജിക്കുന്നൊരു വ്രതം എടുത്തു. ആ വ്രതം എടുത്തത് എന്തിനാ? അത് ഞങ്ങൾക്കൊരു ആഗ്രഹം സാധിക്കാനാണ്. എല്ലാവർക്കും ഒരേ ആഗ്രഹം. എന്നാൽ ആഗ്രഹം കേൾക്കട്ടെ പറ. അപ്പോൾ ഗോപികമാർക്കൊരു നാണം. അത് കൃഷ്ണൻ നീ കേൾക്കേണ്ടതല്ല, ഞങ്ങൾ പെണ്ണുങ്ങളുടെ ഒരു ആഗ്രഹമാണ്. കൃഷ്ണൻ പറഞ്ഞ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, തുണി വേണോ? മനസ്സിലായില്ലേ? ആഗ്രഹം പറഞ്ഞേ പറ്റൂ, പറയാതെ തുണി തരില്ല. എന്നാലും കൃഷ്ണ, എന്നാലും ഒന്നുമില്ല, പറഞ്ഞേ പറ്റും. അവസാനം ഗോപികമാർ തുറന്നു പറഞ്ഞു, എന്താ ആഗ്രഹം? കൃഷ്ണ, നിന്നെ ഞങ്ങൾക്ക് ഭർത്താവായി വേണം, അതിനാണ് ഞങ്ങൾ വ്രതം എടുത്തത്. മനസ്സിലായില്ലേ? ഇതാണ് പറയാനുള്ള നാണം, വേറൊന്നുമല്ല. നിന്നെ ഞങ്ങൾക്ക് ഭർത്താവായി വേണം, അതിനെന്ത് ചെയ്തു? നിന്റെ സഹോദരിയെ പോയി ഞങ്ങൾ അങ്ങ് പൂജിച്ചു, നാത്തൂനെ കയ്യിലെടുത്തു. മനസ്സിലായില്ലേ? എളുപ്പ പരിപാടി. അപ്പം ഞങ്ങൾ പോയെന്ന് പൂജിച്ചു. അപ്പോൾ കാർത്യായനി ദേവിയെ പൂജിച്ചത് നിന്നെ ഭർത്താവായി ലഭിക്കാനാണ്. അപ്പോൾ ഭഗവാൻ ചോദിച്ചു, അങ്ങനെ എല്ലാവർക്കും ആഗ്രഹമുണ്ടോ? എല്ലാവർക്കും ആഗ്രഹമുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഭർത്താക്കന്മാരൊക്കെ ഇല്ലേ? കാര്യം ഇതിൽ പലരും വിവാഹം കഴിച്ചവരാ. ഭഗവാനേക്കാൾ പ്രായത്തിലുള്ള മക്കളുണ്ട് ഇതിനകത്ത്. ഈ ഗോപികമാർ പലർക്കും, എല്ലാവരും കൊച്ചു പ്രായക്കാരല്ല, കൊച്ചു തൊട്ട് വലുതുവരെ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഇപ്പം ഭർത്താക്കന്മാരില്ലേ? അപ്പം അവരെന്ത് ചെയ്യും? ഗോപികമാരുണ്ട്, നിങ്ങളെ കിട്ടിയാൽ പിന്നെ മറ്റേതൊന്നും വേണ്ട. മനസ്സിലായില്ലേ? അത് സിമ്പിളായിട്ട് പറഞ്ഞു, നിന്നെ കിട്ടുമെങ്കിൽ മറ്റേത് ഞങ്ങൾ വേണ്ടാന്ന് പോലും വെക്കാം. കാര്യം ഞങ്ങൾക്ക് ഏറ്റവും ആദ്യത്തെ വേണ്ട ഭർത്താവ് നിന്നെയാണ്. അപ്പോൾ രണ്ടാമത്തെ സ്ഥാനത്തേക്ക് എന്ത് ചെയ്യാം? അത് നാട്ടിൽ പൊതുവിലുള്ളതല്ലേ. പുതിയത് കിട്ടുമ്പോൾ പഴയത് വേണ്ടാന്നൊരു തോന്നൽ വരും, ശരിയല്ലേ? ഒരു പഴയതിനോടൊരു ഉപയോഗിച്ച് കഴിഞ്ഞതിനോടൊരു മതിപ്പ് കുറയും, പുതിയതിനോടൊരു മതിപ്പ് കൂടും. പിന്നെ എല്ലാവരും അങ്ങനെ ഉപേക്ഷിക്കാതെ എന്താണെന്ന് വെച്ചാൽ നാട്ടുകാരെന്തോ പറയുമെന്ന് വിചാരിച്ചിട്ടാണ്. ഇനി ഉപേക്ഷിച്ചിട്ട് ചിലപ്പോൾ പുതിയതിനെ തിരഞ്ഞു പോയാൽ കിട്ടിയതിനേക്കാളും മോശമാണ് അടുത്ത കിട്ടുന്നതെങ്കിലോ? ആദ്യം ഇതൊക്കെ സുന്ദരമാണെന്ന് പറഞ്ഞ് ആദ്യമേ ഇത് എടുത്ത് പൊക്കി പിടിച്ചത്, അന്നേരം കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത്, അല്ലേ? പുറമേ കണ്ട അഴകൊന്നും അകത്തില്ല എന്നറിഞ്ഞത്. ഇനി അതിനേക്കാളും വലുതാണ് ഇനിയിപ്പോൾ എടുത്ത് പോയി ഇനി അടുത്തത് പോയി കിട്ടുന്നെങ്കിലോ? അപ്പോൾ ഉള്ളതങ്ങ് സഹിച്ചേക്കാം എന്നുള്ള
ഒരവസ്ഥയിലേക്കാണ് സാധാരണ ജീവിതത്തിൽ പോകുന്നത്. അപ്പോൾ പറഞ്ഞു അതൊക്കെ ഞങ്ങൾ ഉപേക്ഷിക്കും. ഭഗവാൻ ചോദിച്ചു എന്തും, അതെ നീ പറഞ്ഞാൽ നീ എന്ത് ഉപേക്ഷിക്കണമെങ്കിലും മക്കളെ എല്ലാം ഉപേക്ഷിച്ചേക്കും. ഗോപികമാർ തയ്യാറായി. ഭഗവാന് മനസ്സിലായി ഇവര് നല്ല അച്ചടക്കമുള്ള വിദ്യാർത്ഥികളായി മാറി. ഇനി ഞാൻ എന്ത് പറഞ്ഞാലും ഇവരുടെ ശ്രദ്ധ വേറെ പോവുമോ? പോവില്ല. അവരത് ഓരോ വാക്കും ശ്രദ്ധിക്കും. ഈ ശ്രദ്ധയിലേക്ക് ഭഗവാൻ അവരെ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചു. എന്നിട്ട് ഭഗവാൻ ചോദിച്ചു, നിങ്ങൾ എന്നെ സ്വന്തമാക്കാനാണല്ലോ വ്രതം എടുത്തത്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇനി കയറി വരാൻ പറഞ്ഞു. ഗോപികമാരെ വെച്ച് ഭഗവാനെ തുണിയില്ലാതെ എങ്ങനെയാണ് കയറി വരുന്നത്? അപ്പോൾ ഭഗവാൻ ചോദിച്ചു, എടാ ഭർത്താവിൻ്റെ മുന്നിൽ ഭാര്യയ്ക്ക് വരുന്നതിന് നഗ്നതാബോധത്തിൻ്റെ ആവശ്യമുണ്ടോ? അപ്പോൾ ഗോപികമാർ പറഞ്ഞു, ഭഗവാനെ അങ്ങനെ ആയിട്ടില്ലല്ലോ. മനസ്സിലായില്ലേ? കല്യാണത്തിന് വന്നതല്ലേ, നിശ്ചയം നടത്താൻ പോകുന്നതല്ലേ ഉള്ളൂ. അതിനു മുമ്പേ കല്യാണം കഴിച്ച അവസ്ഥ ആയിട്ടില്ലല്ലോ എന്ന് പറയുന്ന കണക്ക് അങ്ങനെ ആയിട്ടില്ലല്ലോ എന്ന ഒരു ഭാവത്തിലേക്കൊന്ന് മാറി. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, നിങ്ങൾ കയറി വരാതെ ഒരിക്കലും നിങ്ങളുടെ തുണി ഞാൻ തരില്ല. ഗോപികമാർക്ക് ഇതൊരു വലിയ ഇടിവെട്ടേറ്റാണ് കൈപ്പോയി. കാര്യം ഭഗവാൻ ഒരു വാക്ക് പറഞ്ഞാൽ മാറ്റി പറയാറില്ല. മനസ്സിലായില്ലേ? അത് ഗോപികമാർക്കറിയാം. ഭഗവാൻ ഒരു വാക്ക് പറഞ്ഞു, ഞാൻ ഉറപ്പായിട്ട് പറയുന്നു, നിങ്ങൾ കയറി വരാതെ ഒരിക്കലും ഞാൻ ഈ തുണി തരികയില്ല. അപ്പോൾ ഗോപികമാർക്ക് മനസ്സിലായി ഇനി ബാധിച്ചിട്ടൊന്നും കാര്യമില്ല. ഗോപികമാർ പറഞ്ഞു, ഭഗവാനെ എന്തൊരു പരീക്ഷമായി. അപ്പോൾ ഏതോ കൂട്ടത്തിൽ ഒരു ഗോപിക പറഞ്ഞു, ഇനിയിപ്പോൾ എന്തായാലും നാട്ടുകാരെല്ലാവരുടെ മുമ്പിലും നാണം കെടുന്നതിനേക്കാളും നല്ലത് ഇവൻ ഒരുത്തരുടെ മുമ്പിൽ അങ്ങ് നാണം കെടുന്നത്. കാര്യം എന്താ, ഇനി വരാൻ പോകുന്ന ഇച്ചിരിയും കൂടെ സമയം കഴിഞ്ഞ്, ഇപ്പോൾ തന്നെ സമയം ഒരുപാടായി, വാദതർക്കമൊക്കെ നടത്തി. ഇനി കുറച്ചുകൂടെ സമയം കഴിഞ്ഞാൽ നാട്ടുകാർ മുഴുവൻ ഇങ്ങോട്ട് വരും. ഇനി വരുന്നവർ രാത്രി ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ ചൂട്ടുകത്തിയൊക്കെ കത്തിച്ചോട്ടൊക്കെ ആയിരിക്കും വരുന്നത്, പന്തമൊക്കെ കൊടുത്തിക്കൊണ്ടായിരിക്കും വരുന്നത്. അവർ വരുമ്പം കാണുന്ന കാഴ്ച വളരെ ഇതായിട്ടുള്ളതായിരിക്കും. അതുകൊണ്ട് ഒരുത്തൻ കാണുന്നതിനെ കണ്ടോട്ടെ, എല്ലാവരും കാണുന്നതിനേക്കാളും നല്ലതല്ലേ എന്ന് പറഞ്ഞിട്ട് ഒരു ഗോപിക എന്ത് ചെയ്തു, തൻ്റെ ശരീരത്തിൻ്റെ നഗ്നത കൈകൾ കൊണ്ട് മറച്ചിട്ട് ഇച്ചിരി തന്നേടം തോന്നിയ ഒരു ഗോപിക കരയിൽ കയറി. ഭഗവാൻ പറഞ്ഞു, അത് പറ്റില്ല. ഇവിടെ കൈകൾ കൊണ്ട് മറയ്ക്കാനൊന്നും പറ്റില്ല, രണ്ട് കൈയും തലയ്ക്ക് മോളിൽ വെച്ചുകൊണ്ട് നീ കയറി വരണം. ഇത്ര സുന്ദരമായ ശിക്ഷയാണ് കൊടുക്കണേ. ഗോപികമാര് വീണ്ടും പ്രശ്നമായി. ഭഗവാനെ, അല്ല നിങ്ങളല്ലേ പറഞ്ഞത്, ഞാൻ എന്ത് പറഞ്ഞാലും, ഞാനല്ലല്ലോ പറഞ്ഞത്, നിങ്ങൾ തന്ന വാക്കാണ്, എന്ത് പറഞ്ഞാലും അതനുസരിക്കാം. നിങ്ങൾ എന്ത് പറഞ്ഞാലും അനുസരിക്കുമെങ്കിൽ മാത്രമേ ഞാൻ ഇനി തരുത്തുള്ളൂ. നിങ്ങൾ അനുസരണ ഉണ്ടോ ഇല്ലയോ നോക്കട്ടെ എന്ന് പറഞ്ഞു. അവസാനം ഗോപികമാരെല്ലാവരും കൂടി പറഞ്ഞു, ഭഗവാൻ ആ സമയത്ത് ഗോപികമാരോട് പറഞ്ഞു, നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് എന്നെ സ്വന്തമാക്കാനാണല്ലോ നിങ്ങൾ നിൽക്കുന്നത്. എന്നെ നിങ്ങൾക്ക് പ്രാപിക്കണമെങ്കിൽ, എന്നെ നേടണമെങ്കിൽ വിവസ്ത്രരായി തന്നെ നിങ്ങൾക്ക് നേടാൻ സാധിക്കുകയുള്ളൂ. എല്ലാ വസ്ത്രങ്ങളും ഒഴിച്ചു വെച്ചോ വസ്ത്രങ്ങളും അഴിച്ചു കളഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് എന്നെ നേടാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ വസ്ത്രം എടുത്തത്. വസ്ത്രങ്ങളോടുകൂടി നിങ്ങൾക്ക് എന്നെ നേടാൻ സാധിക്കില്ല എന്ന് ഭഗവാൻ പറഞ്ഞു. ഇത് ഭഗവാൻ ഗോപികമാരോട് മാത്രമല്ല പറഞ്ഞത്, നമ്മളോടും കൂടിയാ പറഞ്ഞത്. മനസ്സിലായില്ലേ? ഭാഗവതത്തിലെ ഓരോ സന്ദർഭത്തിലും ഭഗവാൻ പറയുന്ന ഓരോ ഉപദേശവും തത്വവും ആർക്കും കൂടി ബാധകമാണ്? ഭക്തർക്കും കൂടി ബാധകമാണ്. അങ്ങനെയാണെങ്കിൽ എല്ലാ വസ്ത്രവും അഴിച്ചുമൊക്കെ റെഡിയാണോ? ബാധകമാണെന്നൊക്കെ പറഞ്ഞാൽ കൈയുത്തി, ബാധകമാണ്. നീ ഭഗവാനെ സ്വന്തമാക്കണമെങ്കിൽ എല്ലാ വസ്ത്രവും അഴിച്ചു വെക്കണമെന്ന് പറഞ്ഞെന്ന് പറഞ്ഞ് നാളെ ആരും പരീക്ഷ നടത്തി കളയരുത്. ഇവിടെ അതിൻ്റെ അർത്ഥം എന്താണെന്നും കൂടി നമുക്ക് ചിന്തിക്കാം. അപ്പം നമുക്ക് മനസ്സിലാവും നമ്മൾ ഭാഗ്യമായി കണ്ട നെഗറ്റീവായ ആശയം അല്ല ഇതിൻ്റെ ഉള്ളിൽ ഉള്ളത്. ഇവിടെ ഭഗവാൻ പറയുന്നത് ഈ ഗോപികമാരെ ദേഹാഭിമാന ബോധത്തിൽ നിന്ന് മുക്തരാക്കുക, ഇതാണ് ഭഗവാന്റെ ഉദ്ദേശം. ഈ ശരീരമാണ് തങ്ങളെന്നുള്ള ദേഹം കൊണ്ടുള്ള ദേഹാഭിമാന ബോധത്തിൽ നിന്ന് അവരെ മോചിപ്പിക്കുക. അതായത് ആത്മാവാണല്ലോ ഈശ്വരനുമായി ചേരേണ്ടത്. ഈ ആത്മാവിനെ മറയ്ക്കുന്ന 5 ഉറകളുണ്ട് നമ്മളിൽ, 5 ആവരണങ്ങളുണ്ട്. ആവരണം വെച്ചാൽ മറയ്ക്കുന്നത്. ഇതിനെയാണ് ദേഹാഭിമാന ബോധത്തിലിരിക്കുമ്പോഴാണ് നമ്മൾ വസ്ത്രങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഉടുത്തിരിക്കുന്ന തുണിയെ സങ്കല്പിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ദേഹാഭിമാന ബോധത്തിലിരിക്കുമ്പോൾ ഈ ഉടുത്തിരിക്കുന്ന തുണിയെ സങ്കല്പിക്കും. നേരെ മറിച്ച് നമ്മൾ ആത്മബോധത്തിലേക്ക് എത്തിയാലോ നമ്മൾ പറയും എല്ലാം അഴിച്ചു വെച്ചിട്ട് വേണം അങ്ങോട്ട് വിളിക്കുമ്പോൾ പോവാൻ. എല്ലാം അഴിച്ചു വെക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഈ ശരീരം ഉൾപ്പെടെ അഴിച്ചുപേക്ഷിച്ചിട്ട് വേണം പോകാൻ. ഈ ശരീരം കൊണ്ടുപോകാൻ പറ്റുമോ? എല്ലാം അഴിച്ചു വെച്ചിട്ട് വേണം ഭഗവാൻ വിളിക്കുമ്പോൾ. ഭഗവാനിലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യണം? ഇതെല്ലാം അഴിച്ചു കളയണം. മനസ്സിലാവുന്നുണ്ടോ?
എല്ലാം അഴിച്ചു കളയുക. അഴിച്ചു കളയുക എന്ന് പറയുമ്പോൾ എൻ്റേതായതിനെ അഴിച്ചു കളയാൻ പറ്റുമോ? എൻ്റേത് കളയാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. അപ്പം എൻ്റേതായിട്ട് ചേർത്ത് വരുന്നത് യഥാർത്ഥം ഞാൻ. ഇപ്പം ഞാൻ ഈ വസ്ത്രം അഴിച്ചു കളയുക എന്ന് പറഞ്ഞാൽ ഞാൻ വേറെ, വസ്ത്രം വേറെ അല്ലേ? ആണോ അല്ലയോ? വേറെ അല്ലാത്ത സാധനത്തെ മാറ്റാൻ പറ്റുമോ? വേറെ ഉള്ളതായിട്ട് മാറ്റുന്നത്. അപ്പം നിങ്ങൾ ഇട്ടിരിക്കുന്നൊരു വസ്ത്രം നിങ്ങൾ അഴിച്ചു മാറ്റുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ വേറെ, വസ്ത്രം വേറേതാണ്. അപ്പോൾ അതുപോലെ ആത്മാവ് വേറെ, ശരീരം വേറെയാണ്. അപ്പോൾ ആത്മാവെന്ന ഞാൻ, ആ ഞാനെന്നതിനോട് ചേർന്ന് എൻ്റേതാണ് ഈ ശരീരം. അതിനെന്ത് ചെയ്യണം? അഴിച്ചു കളയണം. അപ്പം ഈ ശരീരത്തിൻ്റെ ദേഹാഭിമാന ബോധത്തെ ഇല്ലാതാക്കിയാലേ ഭഗവാനെ പ്രാപിക്കാൻ സാധിക്കൂ എന്ന രണ്ടാമത്തെ തലത്തിലേക്ക് ഭഗവാൻ ഗോപികമാരെ ഉയർത്തുക. ഒന്നാമത്തെ തലം എന്താ? ഒന്നാമത്തെ തലം ഭഗവാനോടുള്ള ഭക്തി കൊണ്ട്, സ്നേഹം കൊണ്ട് ഹൃദയത്തെ നിഷ്കളങ്കമാക്കി ഭഗവാന്റെ മുന്നിൽ സമർപ്പിക്കണം. മനസ്സിനെ ഭഗവാൻ, അതാണ് വെണ്ണ അപഹരണമായി പറഞ്ഞത്. ശരീരഭാവം, അവിടെയും ശരീരഭാവം ഇല്ലാന്ന് കാണിക്കാനാണ് കലമടിച്ചു പൊട്ടിച്ചെന്ന് പറഞ്ഞു. ഇവിടെ ആ ശരീരഭാവത്തെ ഉപേക്ഷിക്കേണ്ട ഒരു പ്രാധാന്യം. ഇവിടെ ശരീരം എന്ന് പറയുന്നത് കോശം എന്ന് പറയും. കോശം എന്ന് പറഞ്ഞാൽ മറയ്ക്കപ്പെടുന്നതെന്നൊരു അർത്ഥമുണ്ട്. നമ്മൾ അല്ലാതെ കാണുന്ന ഈ ശരീരത്തിൻ്റെ സെല്ലിനെ പറയുന്ന കോശം എന്ന അർത്ഥമല്ല. സംസ്കൃതത്തിൽ കോശം എന്ന് പറയുന്നത് ഉറ എന്നുള്ള അർത്ഥത്തിലാണ്. നമ്മൾ പറയില്ലേ വാള് ഉറയിലൊക്കെ ഇട്ട് വെക്കുക എന്ന് പറഞ്ഞില്ലേ, ഈ വാള് ഉറയിൽ വെക്കുന്നത്, അപ്പോൾ അത് മറച്ചു വെക്കുന്ന സാധനം. അതുപോലെ ശരീരത്ത് എന്ന് പറയുന്നതിന് 5 ഉറകളുണ്ട്. ഏതൊക്കെയാ 5 ഉറകൾ? നമ്മുടെ ഉള്ളിലുള്ള ആത്മാവിനെ ഈശ്വരനിൽ നിന്ന് മറച്ചു വെക്കുന്ന ആഭരണങ്ങളായ 5 ഉറകൾ നമ്മൾ ധരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? അന്നമയ കോശം, പ്രാണമയ കോശം, മനോമയ കോശം, വിജ്ഞാനമയ കോശം, ആനന്ദമയ കോശം. മനസ്സിലാവുന്നുണ്ടോ? ഈ 5 കോശങ്ങളെയും വെടിഞ്ഞ് വേണം ഭഗവാനെ, ശരീരബോധത്തെ വെടിഞ്ഞ് വേണം ഭഗവാനെ നേടേണ്ടത്. ഈ തത്വത്തെ നമ്മളെ പഠിപ്പിക്കുവാനാണ് ക്ഷേത്ര നിർമ്മാണത്തിൽ ചുറ്റമ്പലം, പ്രദക്ഷിണ വഴി, ബലിവട്ടം, മനസ്സിലായില്ലേ, ശ്രീകോവിൽ പ്രകാരങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. നമ്മൾ വിചാരിക്കും ക്ഷേത്രത്തിന് എന്തിനാ ഈ പ്രദക്ഷിണ വഴി, എന്തിനാ ഈ ചുറ്റമ്പലം, അതിൻ്റെ ചുറ്റും ഒരു ബലിവട്ടം എന്തിനാ? ഒരു മനുഷ്യ ശരീരത്തിൻ്റെ പ്രതീകമാണ് ക്ഷേത്രം. പക്ഷെ നമ്മളൊക്കെ ഇപ്പോൾ ക്ഷേത്രത്തിൽ പോകാറുണ്ട്. പക്ഷേ ക്ഷേത്രം എന്താണെന്ന് അറിയാമെന്ന് ചോദിച്ചാൽ ആകെ പറയും ഭഗവാൻ ഇരിക്കുന്ന സ്ഥലം. അങ്ങനെയല്ല. നമ്മുടെ തന്നെ ശരീരത്തിൻ്റെ പ്രതീകം. നമ്മൾ നമ്മുടെ രൂപം കണ്ണാടിയിൽ കാണുന്നത് പോലെ നമുക്ക് നമ്മുടെ പ്രതിരൂപത്തെ അനുഭവപ്പെട്ട് ആത്മബോധത്തെ നേടാനാണ് ക്ഷേത്രത്തിൽ പോകുന്നത്. മനസ്സിലായില്ലേ? ക്ഷേത്രത്തിലിരിക്കുന്ന ഭഗവാനെ നേടാനല്ല പോകുന്നത്. കാരണം ഭഗവാൻ ക്ഷേത്രത്തിൽ മാത്രം ഇരിക്കുന്ന ആളാണോ? പറഞ്ഞാൽ ആശയം മനസ്സിലായില്ലേ? നമ്മുടെ ആത്മബോധത്തെ നേടിയെടുക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു രൂപം മാത്രമാണ് അവിടെ ഉള്ളിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. നമ്മുടെ ആത്മബോധത്തെ നേടിയെടുക്കാനാണ്. പറഞ്ഞു മനസ്സിലായോ? നമ്മുടെ ആത്മബോധത്തെ അവിടെ സൃഷ്ടിക്കപ്പെടണം. നമ്മളിപ്പോൾ പറഞ്ഞാൽ ഒരു ബൾബ്, ആ ബൾബ് മാത്രമായിട്ട് അതിരിക്കുമ്പോൾ അത് പ്രകാശിക്കുമോ? ആ ബൾബ് കൃത്യമായിട്ട് കൊണ്ടുവന്ന് അതിനെ പ്രകാശിപ്പിക്കാൻ പ്രേരണ കൊടുക്കുന്ന, വൈദ്യുതി പ്രവഹിക്കുന്ന ആ ഒരു ഹോൾഡറിനകത്തേക്ക് കൊണ്ടുവന്ന് ചേർത്ത് വെച്ചാലോ? ചേർത്ത് വെച്ചാൽ എന്ത് സംഭവിക്കും? അത് പ്രകാശിക്കും, ഇല്ലേ? ആ ഹോൾഡറിൽ കൊണ്ടുവന്ന് ഇടുമ്പോൾ അത് പ്രകാശിക്കും. കാരണം എന്താ? വൈദ്യുതി അതിനകത്തേക്ക് പ്രവഹിച്ചു. അപ്പോൾ ഈ പ്രകാശം എന്ന് പറയുന്നത് ആ ഹോൾഡറിനകത്തൂടെ വന്ന വൈദ്യുതിയുടെ സ്വഭാവമാണോ ബൾബിന്റെ സ്വഭാവമാണോ? വൈദ്യുതിയുടെ ആണെങ്കിൽ വൈദ്യുതി ഉള്ളിടത്ത് തനിയെ പ്രകാശം വരണ്ടേ? ആ ബൾബിന്റെ സ്വഭാവമല്ലേ ഈ പ്രകാശം എന്ന് പറയണേ. പക്ഷെ അത് പ്രകടിപ്പിക്കാൻ എന്ത് വേണ്ടി വന്നു? ബൾബ് മാത്രമായിട്ടിരുന്നാൽ പ്രകടിപ്പിക്കുമോ? അതിന് പ്രേരണ കൊടുക്കുന്ന കറണ്ടുമായിട്ടുള്ള കണക്ഷൻ വേണ്ടി വന്നു. ആ കണക്ഷൻ കിട്ടിയപ്പോൾ ബൾബ് പ്രകാശിച്ചു. മനസ്സിലാകുന്നുണ്ടോ? ഇതുപോലെ നമ്മുടെ ഉള്ളിലിരിക്കുന്ന യഥാർത്ഥ ആത്മബോധമാകുന്ന പ്രകാശം, അത് സ്വയം നമുക്ക് പ്രകാശിപ്പിക്കാൻ കഴിവില്ലാത്തത് കൊണ്ട് അതിന് പ്രേരണാദായകമായ ഒരു വൈദ്യുത കണക്ഷൻ നമ്മളിലേക്ക് വെക്കാനാണ് ക്ഷേത്രത്തിൽ ചെല്ലുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ആ കണക്ഷൻ നമ്മളിലേക്ക് വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആ പ്രകാശം പുറത്തു വരുന്നത് പോലെ നമ്മൾ നമ്മുടെ ആത്മബോധത്തെ അറിയാൻ, ഇതിനാണ് ക്ഷേത്ര ദർശനം. പറഞ്ഞാൽ ആശയം മനസ്സിലായോ? അത് വേറിട്ട് നിൽക്കുമ്പോൾ തനിയെ പറ്റത്തില്ല. അതുകൊണ്ട് അതിനെ തിരിച്ചറിയാൻ അതിനെ സഹായിക്കും. അപ്പോൾ ആ ഒരു നിലയിലാണ് സാധാരണക്കാരന് വേണ്ടി ഈ ഒരു. അപ്പം ഇവിടെ നമ്മുടെ ഈ പ്രദക്ഷിണ വഴി എന്ന് പറയുന്ന അന്നമയ കോശമാണ്. അതിൻ്റെ ഉള്ളിൽ കാണുന്ന ചുറ്റമ്പലം എന്ന് പറയുന്നത് മനോമയ കോശമാണ്.
അതിനകത്തൊരു ബലിവട്ടമില്ലേ? ആ ബലിവട്ടം എന്ന് പറയുന്നത് പ്രാണമയ കോശമാണ്. അതിനകത്തേക്ക് വരുന്ന പ്രദക്ഷിണ വഴി എന്ന് പറയുന്നത് മനോമയമാണ്. അത് കഴിഞ്ഞാൽ ശ്രീകോവിലം എന്ന് പറഞ്ഞാൽ ആനന്ദമയമാണ്. അതുകൊണ്ടാണ് ആനന്ദമയത്തിൽ ഭഗവാൻ ഇരിക്കുന്നു. പഞ്ചകോശങ്ങളെ ഉപേക്ഷിച്ച് ഭഗവാനെ നേടണം. അപ്പൊ ആ ആഭരണങ്ങളെയാണ് ഭഗവാൻ ഇവിടെ അഴിച്ചു മാറ്റാൻ. അപ്പൊ അതിന് പ്രതീകമായിട്ടാണ് ഈ വസ്ത്രത്തെ അപഹരിച്ചത്. അപ്പൊ ഗോപികമാരെ ഈ ജ്ഞാനത്തിലേക്ക് ഉയർത്തി. അപ്പൊ ശരീരബോധമാർക്ക് നഷ്ടപ്പെട്ടു, ഗോപികമാർക്ക് നഷ്ടപ്പെട്ടു. അന്ന് അത് നഷ്ടപ്പെട്ട നിമിഷം ഗോപികമാര് ഭഗവാൻ പറയാതെ തന്നെ എല്ലാവരും വെള്ളത്തിൽ നിന്ന് നടന്ന് മുകളിലേക്ക് കയറി വന്നു. കാരണം ശരീരമെന്ന ബോധമുള്ളപ്പോഴല്ലേ നഗ്നതാബോധം വരുന്നത്. ഞാനല്ലാതെ വേറൊരാൾ ഉണ്ടെങ്കിലല്ലേ എനിക്ക് നഗ്നതാബോധം വരുന്നത്. നിങ്ങൾ നിങ്ങളെ വീട്ടിൽ അടച്ചിട്ട മുറിയിൽ നിന്ന് വസ്ത്രം മാറുവാണ്. നിങ്ങൾക്ക് നഗ്നതാബോധം ഉണ്ടോ? ഉണ്ടോ ഇല്ലയോ? ഒരിക്കലും ഉണ്ടാവില്ല. വേറൊരാൾ അവിടെ ഉണ്ടോ എന്നൊരു ബോധം ഉണ്ടെങ്കിലാണ് നിങ്ങൾക്ക് വരുന്നത്. ശരിയല്ലേ? ഇനി വാതിൽ തുറന്ന് കിടക്കുക, ആരെങ്കിലും കയറി വന്നാലോ എന്നുള്ളത് ഒരു ബോധം വരും. പക്ഷേ അത് അടച്ചിട്ടേക്കുകയാണെങ്കിൽ ആ ഒരു ബോധമില്ല. അപ്പം ഇവിടെ ഈ ബോധം, ശരീരബോധം കളഞ്ഞപ്പോൾ ഗോപികമാർക്ക് എന്ത് അനുഭവപ്പെട്ടു? ഗോപികമാർക്ക് ഈ ഇവിടെ ഉള്ളതെല്ലാം ഒന്നു തന്നെയാണ്. അതാണ് ആത്മബോധം. അപ്പൊ കൃഷ്ണൻ എന്ന് പറയുന്ന മൂന്നാമതൊരാൾ അവിടെ വേറിട്ടുണ്ടോ? ഇല്ല, ഞങ്ങൾ തന്നെയാണ്, എല്ലാം ഒന്നു തന്നെയാണ്. മനസ്സിലായില്ലേ? ഇത് രണ്ടും ഒന്നായി മാറി. ഇപ്പോ നമ്മുടെ പമ്പയാറ് ഒഴുകി വരുന്നു നോക്കുക. പമ്പയാറ് ഒഴുകി വരുന്ന സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നത് പമ്പയാർ തോ ഒഴുകുന്നു എന്ന് പറഞ്ഞു. നമ്മൾ കണ്ടു ആ നദി ഒഴുകിക്കൊണ്ടിരിക്കുക. ഈ പമ്പയാറ് ഒഴുകി നേരെ അറബിക്കടലിൽ ചേർന്നാൽ ആ അറബിക്കടലിൽ നിങ്ങൾക്ക് പമ്പയാറ് കാണിച്ചു തരാൻ സാധിക്കുമോ? അറബിക്കടലിൽ പോയിട്ട് ഇതേ പമ്പയാറ് തോ പോകുന്നു കാണിച്ചു തരാൻ പറ്റുമോ? അവിടെ അറബിക്കടലും പമ്പയാറും തിരിച്ചറിയാതെ ഒന്നായി മാറി. അതുപോലെ ഗോപികമാരുടെ ചിത്തം ശുദ്ധമായി ദേഹാഭിമാന ബോധം പോയപ്പോൾ അവര് കൃഷ്ണനിലേക്ക് ലയിച്ചു. മനസ്സിലാവുന്നുണ്ടോ? ഗോപികമാരെ ഭഗവാൻ ഉയർത്തിയത് അങ്ങനെയാണ്, ഭഗവാനിലേക്ക് ലയിച്ചു. അപ്പൊ രണ്ടും ഒന്നായി മാറിയപ്പോൾ പിന്നെ വേറെ ഉണ്ടെന്നുള്ള ചിന്ത ഇല്ലാണ്ടായി മാറി. വേറെ ഇല്ല എന്ന ചിന്ത വന്നാൽ അവിടെ ദുഃഖത്തിന്റെ കാരണം ഇല്ല. അതുകൊണ്ട് ഗോപികമാര് യാതൊരു വിധമായ ഭയവും ഭ്രമവും ഇല്ലാതെ അവര് മുകളിലേക്ക് വന്ന് ഭഗവാൻ കേവലം അവരെ വീണ്ടും ആ പ്രവൃത്തിയിൽ ജീവിക്കുന്നത് കൊണ്ട് ആ ബോധത്തിലേക്ക് ഉയർത്തി മനസ്സിനെ ആത്മതത്വത്തെ ഉയർത്തുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? ബാഹ്യമായി ആശ്രയിച്ച ഉപകരണമാണ് അവിടെ ഈ തുണി എന്ന് പറയുന്നത്. ഉപകരണത്തെ ആവശ്യം കഴിഞ്ഞാൽ പിന്നെ ഉപകരണത്തെ വീണ്ടും ഭഗവാൻ കൊണ്ടു നടക്കേണ്ട ആവശ്യമുണ്ടോ? ഭഗവാൻ അങ്ങ് ഇട്ട് കൊടുത്തത്, ആ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. നമ്മളെ വീട്ടിൽ ജോലിക്ക് വരുന്ന ഒരാള് ആ ജോലിക്ക് വന്ന് നമ്മളത് പറയുകയാണ് മൺമട്ടി ഒന്ന് വേണം, അല്ലെങ്കിൽ ഈ കിളയ്ക്കാനുള്ള ഈ മണ്ണളക്കാനുള്ള എന്താ ഇവിടെ നാട്ടിൽ പറയുന്ന ഭാഷ ഇവിടുത്തെ മൺമട്ടി തന്നെയാണോ? അല്ല, ചില നാട്ടിൽ ചെല്ലുമ്പോൾ അതിന് ഈ കൈക്കോടാലി അങ്ങനെയൊക്കെ പറയുന്ന വാക്കുണ്ട് കേട്ടോ, കൈക്കോട്ട് എന്നൊക്കെ പറയും. അപ്പോൾ ഈ മൺമട്ടി വേണം, നമ്മളെടുത്ത് കൊടുത്തു. അയാൾ പണിയെല്ലാം കഴിഞ്ഞ് അയാൾ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അയാൾ എന്ത് ചെയ്യും? പോകാൻ നേരത്ത് ഇതവിടെ വെച്ചിട്ടങ്ങ് പോകും. മനസ്സിലായില്ലേ? അതുപോലെ ഇതിനൊരു ഉപകരണമായിട്ടാണ് പുറമേയുള്ള വസ്ത്രങ്ങൾ എടുത്തത്. ആ കർമ്മം ചെയ്ത് ഇവരെ ആ ബോധത്തിലേക്ക് ഉയർത്തിയിട്ട് പിന്നെ ഈ വസ്ത്രം കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ടോ? അതവിടെ ഉപേക്ഷിച്ചു കൊടുത്തു. ഇതാണ് ഭഗവാന്റെ വസ്ത്രാപകരണ ലീല എന്ന് പറയുന്നത്. ആ ബോധത്തിലേക്കാണ് ഭഗവാൻ ഇവരെ ഉയർത്തിയത്. ഇനി ഒരു ലീലയും കൂടിയുണ്ട്, അത് നമുക്ക് വൈകിട്ടത്തേക്ക് ചിന്തിക്കാം. കാരണം കുറച്ച് ദീർഘമായ ലീലയാണ് മൂന്നാമത്തെ രാസലീല എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക്